ആധ്യാത്മിക ദൃഷ്ടിയിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഈശ്വരീയ മാർഗത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ട 2 വഴികളുണ്ട്. ആ 2 വഴികളിൽ ഏതെങ്കിലും ഒരു വഴി നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് ആവശ്യമാണ്. ഈ 2 വഴികളിൽ എന്താണ് പ്രാധാന്യം എന്ന് ചോദിച്ചാൽ, അതിൽ ആദ്യത്തെ വഴിയാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. ഒരുപക്ഷെ ആദ്യത്തെ വഴി ലഭിച്ചില്ല എങ്കിൽ എന്ത് വേണം? 2ാമത്തെ വഴിയിലെങ്കിലും നമ്മൾ പരിശ്രമിച്ച് അതിലൂടെ മുന്നോട്ട് പോകണം. അപ്പോൾ നമ്മളൊരു യാത്രയ്ക്ക് പോവുകയാണ്. ഫസ്റ്റിലേ പുറപ്പെടുന്ന വണ്ടിയിൽ പോയാൽ ആദ്യമേ അവിടെ എത്താം. ഇനി ഫസ്റ്റിലേ പുറപ്പെടുന്ന വണ്ടി കിട്ടിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? തൊട്ടടുത്തുള്ള മറ്റേതെങ്കിലും ഒരു വണ്ടിയിൽ കയറാനുള്ള ആ വണ്ടിയിൽ കയറാൻ വേണ്ടി പരിശ്രമിച്ച് നമ്മൾ തൊട്ട് പുറകിലെങ്കിലും അവിടെ എത്താൻ വേണ്ടി നമ്മൾ തീരുമാനിക്കേണ്ടതുണ്ട്. അതുപോലെ ജീവിതത്തിൻ്റെ യാത്രയിൽ 2 തരത്തിലുള്ള പാതകൾ നമ്മുടെ ഈശ്വരീയമായ മാർഗത്തിൽ പറയുന്നുണ്ട്. ഈ 2 വഴികൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. കാരണം നമ്മളെല്ലാവരും എന്തായാലും ഈശ്വരൻ്റെ പാതയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർ തന്നെയാണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ ഈ തിരക്കിനിടയിലും ഒക്കെ സമയം കൊടുത്ത് നമ്മളിവിടെ വന്ന് ഇത്തരത്തിലുള്ള യജ്ഞത്തിൻ്റെ ഭാഗമായി മാറുന്നതും ഈ ചിന്തയുടെ ഭാഗമായി ഇവിടെ ഒത്തുചേരുന്നതും ഒക്കെ ആ ഒരു മാർഗത്തിനോട് താല്പര്യമുള്ളത് കൊണ്ടാണ്. അപ്പോൾ ആ താല്പര്യമുള്ള നമ്മൾ ആ വഴികളെക്കുറിച്ച് സുവ്യക്തമായി നമ്മൾ സഞ്ചരിക്കേണ്ട പാതയെക്കുറിച്ച് ഒരു വ്യക്തമായ ധാരണയുണ്ടെങ്കിൽ നമ്മുടെ സഞ്ചാരം കുറച്ചുകൂടി സുഗമമായി മാറും എന്നത് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കുക. ഇവിടെ അതിൽ 1ാമത്തെ പാത എന്ന് പറയുന്നത് ഈ ജന്മത്തിൽ തന്നെ ഭഗവാനെ നേടുക എന്നുള്ളതാണ്. ഇനിയൊരു ജന്മം കൂടാതെ നമ്മൾ പ്രാർത്ഥിക്കാറില്ലേ? ഇനിയൊരു ജന്മം കൂടാതെ ജനിമരണങ്ങൾ എനിക്കിനി വേണ്ട. പക്ഷെ ഇതൊക്കെ നമ്മൾ വേണ്ട എന്ന് തീരുമാനിച്ചാലും വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് നമ്മളല്ലല്ലോ. നമുക്ക് പ്രാർത്ഥിക്കാം, അതിനുവേണ്ടി പരിശ്രമിക്കാം. പക്ഷേ ഇനിയൊരു ജനിമരണങ്ങൾ കർമ്മവാസനയ്ക്കനുസരിച്ച് ഉണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ഈശ്വരൻ തന്നെയാണ്. അപ്പോൾ ആ ഒരു നിലയിലാണ് 1ാമത്തെ വഴി. ഈ ജന്മം കൊണ്ട് തന്നെ, ഈ ദേഹം കൊണ്ട് തന്നെ കർമ്മങ്ങൾ അനുഷ്ഠിച്ച് വാസനാക്ഷയം വന്ന് മോഹങ്ങളെ ശമിപ്പിച്ച് ഭഗവത് ചിന്തയെ ഉണർത്തി ഈശ്വരനെ നേടാൻ ഈ ജന്മത്തെ തന്നെ ഉപയോഗിക്കുന്നതാണ് 1ാമത്തെ വഴി എന്ന് പറയുന്നത്. 2ാമത്തെ വഴി എന്ന് പറയുന്നതോ ഈ ജന്മം കൊണ്ട് പറ്റിയില്ലെങ്കിലും, മനസ്സിലായില്ലേ, 1, 2, 3, 4 അല്ലെങ്കിൽ എണ്ണാവുന്നത്ര എണ്ണിക്കോ, ആ എണ്ണത്തിനുള്ളിലെങ്കിൽ അപ്പോഴും നമുക്കൊരു കൃത്യതയുണ്ടല്ലോ, ഇത്ര ജന്മം കൊണ്ട് പറ്റുമെന്നുള്ള. അപ്പോൾ ഒരു കൃത്യമായ ജന്മങ്ങൾ കൊണ്ടെങ്കിലും ഈശ്വരനെ നേടുക എന്നുള്ളതാണ് 2ാമത്തെ ലക്ഷ്യം. അതല്ല ഞാൻ ഒരിക്കലും ഈശ്വരനെ നേടില്ല എന്ന് തീരുമാനിച്ചാൽ അത് നടക്കില്ല. അത് നമ്മളിങ്ങനെ നീണ്ട് ഇങ്ങനെ പോകും. ഇനിയോ കൃത്യമായിട്ട് ഈ ജന്മത്തിനോ അല്ലെങ്കിൽ അടുത്ത 1, 2 ജന്മത്തിനോ ലക്ഷ്യം വെച്ചില്ലെങ്കിലോ നമുക്ക് ആ ലക്ഷ്യത്തിലേക്ക് പോകാനുള്ള താല്പര്യം കുറയും. അപ്പോൾ താല്പര്യം ഉണ്ടാകാൻ വേണ്ടി നമ്മൾ ഈ 2 പാതയിൽ ഏതെങ്കിലും ഒരു പാത സ്വീകരിക്കണം. ഇത് ഈ 2 പാതയ്ക്കും ഈ നമ്മളെ ഒരു കാര്യത്തിലേക്ക് ബന്ധിപ്പിക്കുന്നത്, ചേർത്ത് കൊണ്ടുപോകുന്നത്, പ്രേരിപ്പിക്കുന്നതിന് വാസനകൾ എന്ന് പറയാറുണ്ട്. വാസന എന്ന് പറയും. വാസന എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ തന്നെ രൂപപ്പെടുന്ന താല്പര്യത്തിനെയാണ് വാസനകളെന്ന് പറയപ്പെടുന്നത്. ഇപ്പോൾ ചില കുട്ടികൾ കുട്ടിക്കാലത്തെ തന്നെ നല്ല പാട്ടുകാരായിട്ട് വളരും അല്ലേ? ആരും പഠിപ്പിച്ചിട്ടൊന്നും ഉണ്ടാവില്ല. അപ്പം നമ്മളെന്താ പറയുന്നത്? അവൻ്റെ ജന്മവാസനയാണ് അല്ലേ? അവന് ജന്മനാ തന്നെ ആ ഗുണം അവനുണ്ട്. അല്ലെങ്കിൽ നല്ല ചിത്രം വരയ്ക്കുന്ന ഒരാൾ, നല്ല ഡാൻസ് ഒക്കെ പലതരത്തിലുള്ള കഴിവുകൾ അപ്പോൾ ജന്മനാ ലഭിക്കും. ഇതുപോലെ കാരണം എന്താ, ആ വാസന ഉള്ളത് കൊണ്ടാണ് അവൻ ആ വിഷയത്തിലേക്ക് മികവ് കാട്ടി അതിലേക്ക് പോകുന്നത്. അപ്പോൾ ഈശ്വരനാകുന്ന ഈശ്വരീയമായ ഭാവത്തിലേക്ക്, ഈശ്വരനെ നേടുന്ന ഭാവത്തിലേക്ക് പോകണമെങ്കിലും അതിന് വേണ്ടിയിട്ടുള്ള താല്പര്യമുണ്ടാകാനുള്ള വാസനകൾ നമുക്ക് ഉണ്ടാവണം. 2 തരം വാസനകളാണ് ഒരു ഭക്തന് നേടേണ്ടതായിട്ടുള്ളത്. 2 ഒരുമിച്ച് നേടാനുള്ളതല്ല. ഇതിൽ ആദ്യത്തേത് നേടാൻ ശ്രമിക്കുക, അത് കിട്ടിയില്ലെങ്കിൽ 2ാമത്തതിലേക്കെങ്കിലും എത്തുക. ആദ്യത്തെ വാസനയ്ക്ക് പറയുന്നത് സാധക വാസന എന്നാണ്. ആദ്യത്തെ വാസന സാധക വാസന. സാധക വാസന വെച്ചാൽ ഈ ഒരു ജന്മം കൊണ്ട് തന്നെ ഭഗവാനെ നേടുക എന്നുള്ളതാണ്. 2ാമത്തെ വാസന ബാധക വാസനയാണ്. ബാധക വാസന വെച്ചാൽ ഒന്നിലധികം ജന്മങ്ങൾ വേണ്ടി വന്നാലും ആരെ നേടണം? ഈശ്വരനെ നേടണം. ഈശ്വരാനുഭവം സ്വായത്തമാക്കണം. ഈശ്വരാനുഭവം വെച്ചാൽ ഈശ്വരൻ നേടുക വെച്ചാൽ ദൂരെ എവിടെയെങ്കിലും ഈശ്വരൻ ഇരിക്കുന്നു, നമ്മൾ അത്രയും ദൂരെ സഞ്ചരിച്ചു പോകുന്നുള്ളതല്ല. നമ്മുടെ ഉള്ളിൽ തന്നെ ഉള്ള പരമമായ ചൈതന്യത്തെ അനുഭവിച്ചറിയാൻ പറ്റുന്ന ബോധത്തിലേക്ക് നമ്മൾ ഉയരുക, ആ നിലവാരത്തിലേക്ക് നമ്മൾ ഉയരുക എന്നുള്ളതാണ് ഈശ്വരനെ നേടുക എന്ന് പറയുന്നത്. പുറമേ നിന്നുള്ള ഒരു ഈശ്വരനെ നേടാൻ ഇല്ല എന്ന യാഥാർത്ഥ്യത്തെ നമ്മൾ തിരിച്ചറിയണം. അവനവൻ്റെ ഉള്ളിൽ തന്നെയാണ്.
കണ്ണുകൾ 5 മുള്ളടക്കി തെരുതര വീണ് വണങ്ങി ഓതിടേണം. 5 കണ്ണുകളെയും പുറമേ വിട്ടാൽ ആ കണ്ണുകളൊക്കെ എന്ത് ചെയ്യും? കാഴ്ചകളെ പുറകെ പോവും. ആ കണ്ണുകളെ ഉള്ളിലേക്കാക്കി ആ ഉള്ളിലിരിക്കുന്ന ആത്മബോധത്തിൻ്റെ മുന്നിൽ വണങ്ങി അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കണം. നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. അതുകൊണ്ടല്ലേ ശബരിമല ദർശനത്തിൽ നമ്മൾ കാണുമല്ലോ തത്വമസിയിലെ, അത് നീ തന്നെയാകുന്നു, ഈശ്വരനും ഈശ്വരനെ തേടി ചെല്ലുന്നവനും ഒന്നാകുന്നു. ഈ സത്യത്തെ അനുഭവിച്ച് ഈ സത്യത്തെ അറിഞ്ഞ് ബോധ്യപ്പെടുമ്പോഴാണ് ഈശ്വരാനുഭവമായിട്ട് വരുന്നത്. അതുകൊണ്ടാണ് ഈശ്വര സാക്ഷാത്കാരം നേടുക എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വതും ഒന്നാണെന്ന ബോധത്തിലെത്തണം. ഒന്നായ നിന്നെ ഇഹ രണ്ടെന്ന് കണ്ടളവിൽ ഉണ്ടായൊരിണ്ടൽ ബത മിണ്ടാവതല്ല മമ പണ്ടേ കണക്ക് വരുവാൻ. ഇങ്ങനൊരു പ്രാർത്ഥനയില്ലേ നമുക്ക്, അല്ലേ? ഒന്നായ നിന്നെ, ഒന്നായ ഈ പരിപൂർണമായി പ്രപഞ്ചം മുഴുവൻ നിന്ന ആ ഒന്നായ ഈശ്വരനെ പലതായി കണ്ടതാണ് ദുഃഖത്തിൻ്റെ കാരണം. അതുകൊണ്ടാണ് മിണ്ടാവതല്ല ബഥ, എന്താ ദുഃഖം, മനസ്സിലായില്ലേ? ഇത് ആരാ കണ്ടത്? നമ്മൾ തന്നെയാണ്. നമ്മൾ അജ്ഞാനം കൊണ്ട് നമ്മൾ കണ്ടിട്ട് നമ്മളതിന് വേറെ ആരെങ്കിലും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമുണ്ടോ? മനസ്സിലായില്ലേ? അപ്പോൾ ശരിയായ നിലയിൽ ദുഃഖത്തെ കളയണമെങ്കിൽ ആര് പരിശ്രമിക്കണം? നമ്മൾ തന്നെ പരിശ്രമിക്കണം. ഈശ്വരൻ്റെ മാർഗത്തിൽ മാത്രം വേറൊരാളുടെ പ്രേരിപ്പിക്കാനേ പറ്റൂ. പരിശ്രമിച്ച് നേടിത്തരാൻ സാധ്യമല്ല. ഒരിക്കലും ഒരാൾക്കും നമുക്ക് ഈശ്വരനെ നേടി ഞാനിതാ ഈശ്വരനെ പിടിച്ച് നിങ്ങളെ തരാം എന്ന് പറഞ്ഞ ഒരാൾക്ക് നേടിത്തരാൻ സാധ്യമല്ല. അവനവൻ പരിശ്രമിച്ച് തന്നെ നേടണം എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെയും ഈ 2 വാസനകൾക്ക് വേണ്ടി ഭാഗവതത്തിൽ 2 കഥകൾ, വളരെ തത്വപരമായ 2 കഥകൾ ചേർത്ത് വെച്ചിട്ടുണ്ട്. ആ കഥകളിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ആദ്യം ഇതിനകത്ത് ബാധകവാസനയെക്കുറിച്ച് ആദ്യം പറയുന്നത്. കാരണം അനവധി ജന്മങ്ങൾ വേണ്ടി വന്നു ഭഗവാനെ നേടാൻ. അതിൻ്റെ കാര്യകാരണങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്ത് നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. ഇവിടെ ഋഷഭൻ എന്ന് പറയുന്ന രാജാവ്, ആ രാജാവ് ഭഗവാന്റെ അവതാരമാണ്, വിഷ്ണുവിൻ്റെ അവതാരമാണ് ഭാഗവത ചിന്തയിൽ ഋഷഭൻ എന്ന് പറയുന്നത്. നേമി എന്ന് പറയുന്ന രാജാവ് ഒരിക്കൽ തപസ് ചെയ്തു. അദ്ദേഹം പറഞ്ഞു, ഭഗവാനെ, അങ്ങയ്ക്ക് തുല്യനായ ഒരു പുത്രനെ തരണം. ഭഗവാൻ പറഞ്ഞു, എനിക്ക് തുല്യനായ ഒരാൾ വേറെ ഇല്ല. ആകാശത്തിന് തുല്യമായി വേറെ ഒന്നുണ്ടോ? സാഗരത്തിന് തുല്യമായി വേറെ ഒന്നുണ്ടോ? അങ്ങനെ തുല്യം വെക്കാത്ത ചിലതുണ്ട്. അവിടെ ഈ സാഗരവും ആകാശത്തിനേക്കാളും വലുതല്ലേ ഈശ്വരൻ, എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്നതാണ്. അപ്പോൾ ഈശ്വരന് തുല്യനായി വേറെ ഒന്നുണ്ടോ? ഒരിക്കലും ഇല്ല. അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞു, എനിക്ക് തുല്യനായി ഒന്നില്ല, ഞാൻ തന്നെ മകനായി വന്നുകൊള്ളാം എന്ന് അനുഗ്രഹിച്ചു. അങ്ങനെ വരുന്നതാണ് ഋഷഭൻ എന്ന് പറയുന്ന രാജാവായിട്ട് ഋഷഭനായി ജനിച്ചു. ഈ ഋഷഭ രാജാവ് വളരെ ധർമ്മിഷ്ഠനായി രാജ്യപരിപാലനമൊക്കെ നടത്തി. അദ്ദേഹത്തിന് 100 പുത്രന്മാർ ജനിച്ചു. ആ 100 പുത്രന്മാരിൽ ആദ്യത്തെ പുത്രനാണ് ഭരതൻ. ഈ ഭരതൻ നമ്മുടെ നാട് ഭരിച്ചത് കൊണ്ടാണ് ഭാരതം എന്ന പേര് വന്നത് എന്നൊരർത്ഥം ഉണ്ട്. അജാനഭം എന്നായിരുന്നു അതിനു മുമ്പ് വരെ നമ്മുടെ ഈ ഭാരതദേശത്തിൻ്റെ പേര്. അജാനഭം എന്നായിരുന്നു. അതുകൊണ്ടാണ് ഭാരതം എന്ന പേര് വന്നത്. ഇപ്പോഴും നമ്മളൊക്കെ നാട്ടിൽ നടക്കുന്ന ചർച്ചകളും നമ്മുടെ വീട്ടിലെ TV-യിലെ ചർച്ചകളിലൊക്കെ ഓരോരുത്തർ വന്നിരുന്ന് പറയുന്നത് ഭാരതം അല്ലേ, ബ്രിട്ടീഷുകാരുണ്ടാക്കിയതാണ്. അത് കഴിഞ്ഞിട്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പം ഇന്ത്യയുടെ ഭരണാധികാരികളെല്ലാം കൂടെ കൂടിയിരുന്ന് ഉണ്ടാക്കിയതാണ്. നമ്മൾ ആലോചിക്കുക, ഇവിടെ ഭാഗവതം രചിച്ച കാലഘട്ടം ഏതാണ്, ഭരതൻ ഭരിച്ചിരുന്ന കാലം ഏതാണെന്നൊക്കെ നമ്മൾ ചിന്തിക്കുക. ഇവിടെ ശ്രീകൃഷ്ണൻ്റെ ചരിതം തൊട്ടാണ് നമ്മൾ ഇങ്ങോട്ട് ചിന്തിക്കുന്നത്, അല്ലേ? ഭാഗവതം എഴുതപ്പെടുന്ന ശ്രീകൃഷ്ണന് ശേഷമാണ്. അങ്ങനെ വെച്ചാൽ കൃഷ്ണൻ്റെ കാലത്തിനേക്കാളും മുമ്പാണ് ഭരതൻ്റെ കാലം പറയപ്പെടുന്നത്, ഈ ഋഷഭൻ്റെ കാലഘട്ടം പറയുന്നത്. അപ്പോൾ ആ കാലഘട്ടം തൊട്ടേ ഭാരതത്തിന് ഭാരതം എന്നൊരു പേരുണ്ട്. ഭാസിൽ രചിക്കുന്നത്, പ്രകാശത്താൽ സഞ്ചരിക്കുന്ന നാട് ഭാരതം, ഭാവരാഗ താളങ്ങളുടെ സമന്വയ ഭൂമി ഭാരതം. ഇങ്ങനെ അനവധി അർത്ഥങ്ങളുണ്ട് നമ്മുടെ ഈ ഭാരതം എന്ന പേരിന്, മനസ്സിലായില്ലേ? ഒരർത്ഥവുമില്ലാത്ത ഇന്ത്യയാണ് എന്ന പേര് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെ തർക്കം, ഭാരതം എന്ന പേര് അതെന്തോ തെറ്റായതാണ്, അത് സ്വീകരിക്കരുത്, പകരം ഇന്ത്യ എന്ന പേരിന് എന്താ അർത്ഥം? ഒരർത്ഥവും ഇന്നവരാരും വ്യാഖ്യാനിച്ചിട്ടില്ല. ഇപ്പം നമ്മളെ നാട്ടിൽ ചിലത് ഉപേക്ഷിച്ച് ചിലത് സ്വീകരിക്കുന്നതാണല്ലോ ഒരു പുതിയത്. അമ്മ എന്ന വാക്ക് മാറ്റി മമ്മിയാക്കി, എന്നിട്ട് പറഞ്ഞു ഏതാണ്ട് പുതിയ സാധനം കണ്ടുപിടിച്ചു. അമ്മയെന്ന് പറയുമ്പോൾ അങ്കേ ഇതി വർധന, ഈ അവയവങ്ങളെയൊക്കെ ആ ശരീരത്തിനുള്ളിൽ വെച്ച് വർദ്ധിപ്പിച്ച് തന്നവൾ എന്ന കൃതജ്ഞതയോട് കൂടിയിട്ടാണ് അമ്മയെന്ന പദം ഓർത്തുകൊണ്ടിരുന്നത്. മമ്മി എന്ന് വിളിച്ചപ്പോൾ എന്തായി മാറി? ജഡമായി മാറി. മനസ്സിലായില്ലേ? ജന്മം നൽകിയ പിതാവിനെ അച്ഛ എന്ന് വിളിക്കുന്ന ആ ഒരു തലം, അത് ഡാഡി എന്നായപ്പോൾ എന്തായി മാറി? ഡാ എന്ന് വിളിച്ചപ്പോൾ ആണുമായി, ഡി എന്ന് വിളിച്ചപ്പോൾ പെണ്ണുമായി, ആണും പെണ്ണും കെട്ട അവസ്ഥയിലാക്കി മാറ്റി. എന്തൊരു പരിഷ്കാരത്തിലാണ് നമ്മൾ മുന്നോട്ടുന്നത്. ഒരർത്ഥവുമില്ലാതെ അർത്ഥശൂന്യമായ ലോകത്തൂടെ മുന്നോട്ട് പോകുന്ന
അവസ്ഥയിൽ ദുരഭിമാനമാണ്. ആരെങ്കിലും എന്തെങ്കിലും കാണിച്ചാൽ, മനസ്സിലായില്ലേ, അത് തനിക്കും കാണിക്കണം എന്നുള്ള നിലയിൽ അതിൻ്റെ പുറകിലേക്ക് ഓടുന്നവരായി നമ്മൾ മാറി. എന്താണോ കാണിക്കുന്നതെന്ന് പോലും ചിന്തിക്കാറില്ല. മുമ്പിൽ പോകുന്ന ഭ്രാന്തനാണെങ്കിൽ ഭ്രാന്തില്ലാതെ തന്നെ നമ്മൾ പുറകിൽ പോകുന്നവരെല്ലാം ആരായി മാറും? ഭ്രാന്തന് തുല്യമായി മാറും. ഇതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. ശരി, ഇവിടെ ഈ ഭരതൻ ഭരിച്ചത് കൊണ്ടാണ്, ഈ ഭരതനാണ് ആദ്യത്തെ പുത്രൻ. അത് കഴിഞ്ഞൊരു 9 പേര് നവയോഗിമാരായി മാറി. അവരെ പിന്നീട് നമ്മൾ ഏകാദശ സ്കന്ധത്തിൽ ചർച്ച ചെയ്യും. ആ നവയോഗിമാരായി മാറി. പിന്നെ ഒരു 9 പേര് ഭരണകാര്യത്തിൽ ഭരതനെ സഹായിച്ചു. ബാക്കി 81 പേര് ധാർമ്മികമായ കർമ്മങ്ങളിലും സേവന കർമ്മങ്ങളിൽ ഏർപ്പെട്ട് രാജ്യത്തുടനീളം ഈ ലോകത്ത് സഞ്ചരിച്ചു. ഈ ഭരതന് അടക്കമുള്ള ഈ 100 മക്കളെയും ഋഷഭരാജാവ് ഉപദേശിക്കുന്ന ഒരു വലിയ ഭാഗമുണ്ട് ഭാഗവതത്തിൽ. നമ്മുടെ വീട്ടിലുള്ള കുട്ടികൾക്ക് ഒരു പിതാവ് എങ്ങനെയൊക്കെ കർത്തവ്യം ചെയ്തു കൊടുക്കണം എന്നതിന് വളരെ കൃത്യമായ ഗുണപാഠമാണ് ഈ ഋഷഭൻ്റെ ഉപദേശം. അവിടെ ഋഷഭൻ മക്കളെ ഉപദേശിക്കുന്നുണ്ട്. എങ്ങനെയാണ്? പരസ്യമായിട്ടാണ്. രാജ്യസഭയിൽ എല്ലാവരും കേൾക്കെ മക്കൾക്ക് വേണ്ട ഉപദേശം കൊടുക്കുക. അച്ഛൻ്റെയും അമ്മയുടെയും ഉപദേശം എപ്പോഴും ധാർമ്മികമായിരിക്കണം. ജീവിതത്തിൻ്റെ യഥാർത്ഥ വസ്തുതയും ബോധ്യപ്പെടുത്തുന്ന യാഥാർത്ഥ്യത്തെ പകർന്നു കൊടുക്കുന്നതായിരിക്കണം കൊടുക്കേണ്ട ഉപദേശം എന്നവിടെ കാട്ടിത്തിരിക്കുകയാണ്. വളരെ കൃത്യമായ ഉപദേശമാണ് കൊടുക്കുന്നത്. എങ്ങനെയാണ് ആ ഉപദേശം എന്ന് നമ്മൾ ചിന്തിച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നത്? ആ ഉപദേശത്തിൽ പറയും, ഈ ലൗകികമായ ജീവിതത്തിൻ്റെ ഭ്രമങ്ങളെല്ലാം തന്നെ ഇന്ദ്രിയ വ്യവഹാരങ്ങളോട് കൂടിയതും താൽക്കാലികമായതും അതുപോലെ മൃഗസമാനവുമാണ്. അതിനെ വെടിഞ്ഞ് ഈശ്വര ചിന്തയോടുകൂടി ജീവിതത്തെ ഉയർത്തുക എന്നതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠം എന്ന് നമുക്കതിൻ്റെ രക്തം ചുരുക്കത്തിൽ പറയുകയാണ്. ഇങ്ങനെയുള്ള ഉപദേശങ്ങൾ കൊടുത്തു. ഈ ഉപദേശം കൊടുത്തതിന് ശേഷം ഋഷഭൻ മക്കളെ രാജ്യഭരണം ഏൽപ്പിച്ചിട്ട് അവിടം വിട്ടു പോയി. അദ്ദേഹം ആ തീർത്ഥാടനത്തിലൂടെ തൻ്റെ ശരീരത്തെ ഉപേക്ഷിച്ചു. അത് കഴിഞ്ഞ് ഭരതൻ രാജ്യം ഭരിച്ചു. കുറേ നാൾ ഭരിച്ചു കഴിഞ്ഞപ്പോൾ ഭരതന് ബോധ്യമായി, എന്താ, തൻ്റെ പിതാവ് പറഞ്ഞതാണ് ആ യാഥാർത്ഥ്യമെന്ന അനുഭവത്തിൽ ബോധ്യപ്പെട്ടു. കാരണം ഈ ഭൗതികമായ ഈ സുഖങ്ങളും ഈ രാജകീയമായ ഭരണങ്ങളും ഒന്നും മനസ്സുഖം തരുന്നതല്ല എന്ന് തിരിച്ചറിഞ്ഞു. ഇതൊക്കെ കേവലം ശരീരത്തിൻ്റെ ഭാവത്തിലും അഹന്തയും ഗർവമുള്ളപ്പോൾ മാത്രം തോന്നുന്നൊരു രസമാണ്, അല്ലാതെ അടിസ്ഥാനപരമായ സന്തോഷം ഇതിൽ നിന്ന് കിട്ടില്ല എന്നറിഞ്ഞപ്പോൾ അദ്ദേഹം രാജാധികാരങ്ങളൊക്കെ ഉപേക്ഷിച്ചു. സ്വന്തക്കാരെയും ബന്ധുക്കളെയും ഭാര്യയും മക്കളെയും എല്ലാവരെയും ഉപേക്ഷിച്ചിട്ട് സന്യാസം സ്വീകരിച്ച് ഒരു നദീതീരത്തിൽ വന്നിരുന്നു കൊണ്ട് അദ്ദേഹം ഭഗവാനെ മാത്രം സ്മരിച്ച് ബാക്കിയുള്ള എല്ലാ ചിന്തകളും വിട്ടൊരു സന്യാസ ജീവിതത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോയി. പക്ഷേ കർമ്മ ഫലം കൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രാരാബ്ധം വിട്ടുപോകാത്തത് കൊണ്ട് അദ്ദേഹത്തെ പ്രാരാബ്ധം പിടികൂടി. ഈ പ്രാരാബ്ധം എന്ന് പറയുന്നത് അങ്ങനെ പെട്ടെന്ന് അങ്ങ് ഉപേക്ഷിക്കാൻ പറ്റുന്നില്ല, അനുഭവിച്ച് തീരേണ്ടതാണ്. ഇദ്ദേഹം എല്ലാം ഉപേക്ഷിച്ചെങ്കിലും പ്രാരാബ്ധം ഇദ്ദേഹത്തിൻ്റെ കൂടെ ഇങ്ങനെ സഞ്ചരിക്കാൻ അവസരം നോക്കി. അങ്ങനെ നോക്കുമ്പോൾ ഒരു ദിവസം ഇദ്ദേഹം ഒരു സന്ധ്യാവന്തനത്തിന് വേണ്ടി പോയപ്പോൾ അവിടെ വെച്ചിട്ട് ഒരു പൂർണ്ണ ഗർഭിണിയായ ഒരു മാൻപേട ഒരു ഭീകരമായ ഒരു ക്രൂരമൃഗത്തിനെ ഭയന്ന് ഓടി വന്നു. ഈ നദിയിലെ പാറക്കെട്ടുകളിലൂടെ ചാടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഇടയിൽ ഇത് പ്രസവിച്ച് കുഞ്ഞ് വെള്ളത്തിലേക്ക് വീണു. ഈ അമ്മയാകട്ടെ തള്ള മാൻപേട മരണപ്പെട്ടു പോവുകയും ചെയ്തു. ഈ ഭയം കൊണ്ടും ഈ പ്രസവത്തിൻ്റെ വേദന കൊണ്ടും ഒക്കെ തന്നെ അത് ഈ മരണപ്പെട്ട് ആ വെള്ളത്തിൽ ഒഴുകിപ്പോയി. ഈ കുഞ്ഞു മാത്രം ഈ ചെറിയ വെള്ളത്തിൻ്റെ തീരത്ത് ഇങ്ങനെ കിടക്കുകയാണ്. ഈ ഭരതൻ ഈ കുഞ്ഞിനെ കണ്ടു. ഈ കുളി കഴിഞ്ഞ് തിരിച്ചു പോകാൻ നേരത്ത് ഭരതനൊരു വിഷമം, ഈ കുഞ്ഞിനെ ഇവിടെ ഇട്ടിട്ട് പോയാൽ ഈ കുഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഒന്നുകിൽ ഈ വെള്ളത്തിൽ പതിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ക്രൂര ജന്തുക്കൾ അതിനെ പിടികൂടും. അതുകൊണ്ട് തൽക്കാലത്തേക്ക് അതിനെ ഒന്ന് സംരക്ഷിക്കുക, ഒരു ജീവൻ നഷ്ടപ്പെടേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം മാനിനെ എടുത്തു. ഈ മാനിനെ എടുത്തതോടുകൂടി പ്രാരാബ്ധം അദ്ദേഹത്തെ അങ്ങ് പിടിച്ചു. മനസ്സിലായില്ലേ? ഈ മമത ഉപേക്ഷിച്ച് വന്ന ആളാണ്. ഇപ്പോൾ ഒരു ചെറിയ മമത വന്നപ്പോൾ അത് കയറി അദ്ദേഹത്തെ പിടിച്ചു. ഈ മാനിനെ വീട്ടിൽ കൊണ്ടുവന്നു. അദ്ദേഹം വെച്ച് 2-3 ദിവസം കഴിയട്ടെ, കണ്ണൊക്കെ തുറന്നു ചെറുതായിട്ടൊക്കെ ഒന്ന് ഓടി തുടങ്ങട്ടെ, കാരണം സംരക്ഷിക്കാൻ തള്ളയില്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ കരുതി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ഇതിനെ കൊണ്ടുവന്ന് ഒരു വനത്തിലൊരു സ്ഥലത്ത് കൊണ്ടുവന്ന് ഉപേക്ഷിച്ചിട്ട് അദ്ദേഹം തിരികെ പോകാൻ നേരത്തെ സമയത്ത് പെട്ടെന്ന് ഇടിയും മഴയൊക്കെ വന്നു. അദ്ദേഹം പെട്ടെന്ന് ചിന്തിച്ചു, എടാ ഈ ഇടിയും മഴയത്ത് ഈ മാൻകുട്ടി എന്ത് ചെയ്യും? അതിന് ഇന്നുവരെ ഇതൊന്നും അനുഭവിച്ച് അത് എവിടെയാണ് കയറി നിൽക്കുന്നത്? അതുകൊണ്ട് ഇടിയും മഴയുള്ള സമയത്ത് ഉപേക്ഷിക്കുന്നത് മോശമാണെന്ന് വിചാരിച്ച് വീണ്ടും പോയി എന്ത് ചെയ്തു? മാനിനെ എടുത്ത് തിരിച്ചു കൊണ്ടുവന്നു. വീണ്ടും കുറച്ച് ദിവസം സംരക്ഷിച്ചു. മഴക്കാലമൊക്കെ മാറി. അപ്പോൾ ഇതിനെ കൊണ്ടൊന്ന് ഉപേക്ഷിക്കാൻ പോയി. ഉപേക്ഷിച്ച് കഴിഞ്ഞിട്ട് കുറേ ദൂരം നടന്നു വന്നപ്പോൾ തിരിഞ്ഞൊന്ന് നോക്കിയപ്പോഴാണ് കണ്ടത്, ഇതിനെ കൊണ്ട് നിർത്തിയ മരത്തിൻ്റെ മുകളിൽ നിന്നൊരു പെരുമ്പാമ്പ് താഴേക്ക് ഇറങ്ങി വരുന്നു. ഇദ്ദേഹം ഭയന്നു. കാര്യം എന്താ? ഈ പെരുമ്പാമ്പ് ഇതിനെ കഴിക്കും, അത് ചത്തുപോകും. അതുകൊണ്ട് ഓടിച്ചെന്നു അതിനെ വീണ്ടും എടുത്ത് രക്ഷിച്ച് അവിടെ കൊണ്ടുവന്നു, തൻ്റെ ആശ്രമത്തിൽ കൊണ്ടുവന്നു. വീണ്ടും കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ വീണ്ടും ഇതിനെ തീരുമാനം എടുത്ത് ഉപേക്ഷിക്കാൻ കൊണ്ടുപോയി ഉപേക്ഷിച്ച സമയത്ത് ഒരു സിംഹം ആ ദിക്കിലേക്ക് പോകുന്നുണ്ട്. അദ്ദേഹം ഭയന്നു, എടാ ഈ സിംഹത്തിൻ്റെ ആഹാരമായി തീരും, മാനിനെ എടുത്ത്
വീണ്ടും കൊണ്ടുവന്നു. ഉപേക്ഷിക്കാൻ നോക്കുന്നു, പക്ഷേ വിധി കൊണ്ട് എന്ത് ചെയ്യുന്നു, തിരിച്ച് കൊണ്ടുവരേണ്ടി വന്നു. പിന്നീട് ഇദ്ദേഹം കുറേ കൂടെ വളർന്നു. മാന് ഏകദേശം ആ കാടൊക്കെ ഒന്ന് പരിചയമായി. ഇദ്ദേഹം ഈ മാനിനെ കൊണ്ട് ഏതെങ്കിലും ഒരു ദിക്കി കൊണ്ടുവെക്കും. കൊണ്ടു നിർത്തിയിട്ട് ഇദ്ദേഹം ഓടി അതിനെ അവിടെ ഉപേക്ഷിച്ചിട്ട് ഓടി ആശ്രമത്തിൽ വരും. ഇദ്ദേഹം ഓടി വരുന്നതിന് മുമ്പ് മാൻ ഓടി വീട്ടിൽ വരും. മനസ്സിലായില്ലേ? മാന് തോന്നി ഇതൊരു പുതിയ കളിയാണെന്ന്. കൊണ്ടുവന്ന് വഴി നിർത്തുക. നമ്മൾ വീട്ടിൽ വളർത്ത പട്ടിക്കുട്ടിയൊക്കെ കൊണ്ടുവന്ന് ഓടി നിർത്തി കഴിഞ്ഞിട്ട് നമ്മൾ ഓടിക്കഴിഞ്ഞാൽ ആദ്യം നമ്മളെ പുറകിൽ ഓടും, പിന്നെ കുറച്ച് കഴിയുമ്പോഴോ അത് നമ്മളെ മുമ്പിൽ കൂടെ ഓടും ഇല്ലേ? ഓടിയിട്ട് അത് ആദ്യം വന്ന് സ്ഥാനം പിടിച്ചിട്ട് നമ്മളെ നോക്കി ചിരിക്കും, നടക്ക് വന്നിരിക്കും. ഇതുപോലെയായി അവസാനം ഇതിനെ ഉപേക്ഷിക്കാൻ പറ്റാതായി. ഇദ്ദേഹം ഈ തപസ് ചെയ്യുമ്പോഴും ധ്യാനിക്കുമ്പോഴും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് തൻ്റെ മാനിനെക്കുറിച്ച് ചിന്തിക്കും. മാൻ അടുത്തില്ല എങ്കിൽ ഇദ്ദേഹത്തിന് മാനസികമായിട്ട് വിഷമാവും. ഈ മാൻ വന്ന് പൂജ ചെയ്യുമ്പോഴൊക്കെ അടുത്ത് വന്നിങ്ങനെ ദേഹത്ത് തട്ടി തട്ടി നിൽക്കും. ഈ തട്ടലില്ല എങ്കിൽ കണ്ണു തുറന്ന് നോക്കും. അങ്ങനെ പൂജയിലുള്ള ശ്രദ്ധ കുറഞ്ഞ് ഏതിലേക്ക് മാറി? ഈശ്വരാരാധനയിൽ കുറഞ്ഞ് ഈ മാനിലേക്ക് ശ്രദ്ധ വന്നു, മമത വന്നു. ഈ മമതയോടുകൂടി ഇദ്ദേഹം കാലാന്തരത്തിൽ ഇദ്ദേഹം മരണക്കിടക്കയിലേക്ക് എത്തി. ആ മരണാവസ്ഥയിലേക്ക് എത്തുമ്പോൾ ഭഗവാനെ സ്മരിച്ച് മരിക്കാൻ വേണ്ടി വന്ന മനുഷ്യൻ അവസാന നിമിഷം ഭഗവാനെ സ്മരിച്ചില്ല, പകരം അടുത്ത് ചാരി നിൽക്കുന്ന മാനെക്കുറിച്ച് ഓർത്തു. ഈ മാന് തൻ്റെ കാലശേഷം ആരുണ്ടാവും, മനസ്സിലായില്ലേ, സംരക്ഷിക്കാൻ എന്ന് ചിന്തിച്ചുകൊണ്ട് മരണമടഞ്ഞു. അന്ത്യകാലത്തിൽ നമ്മൾ എന്തിനെ സ്മരിച്ചുകൊണ്ട് മരിക്കുന്നുവോ അതായിരിക്കും അടുത്ത ജന്മം. അപ്പോൾ അന്ത്യകാലത്ത് ഭഗവാന്റെ സ്മരണ ഉണ്ടാവുക എന്ന് പറയുന്നത് മഹാഭാഗ്യമാണ്. അതുകൊണ്ടാണ് പണ്ട് കാലത്ത് ഒന്നുമില്ലെങ്കിൽ മരിക്കാനൊക്കെ മരണാസന്നരായി കിടക്കുന്ന ആൾക്കാരുടെ അടുത്ത് നിന്ന് രാമായണം വായിച്ചു കൊടുക്കാറുണ്ട്. എന്താ കാര്യം? അങ്ങനെങ്കിലും ഭഗവാന്റെ ചിന്ത അവർക്ക് വരട്ടെ. അവരടുത്ത് വരുന്ന നാമം ജപിക്കാറുണ്ട് വീട്ടുകാർ. കാരണം അവർക്ക് ആ ചിന്തയിലൂടെ, നമ്മൾ ജപിക്കുന്നതിലൂടെയെങ്കിലും അവരുടെ മനസ്സിലേക്ക് ഭഗവാന്റെ സ്മരണ വന്നു പോകാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആ നിലയിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും, അന്ത്യകാലത്ത് നമ്മൾ എന്തിനെക്കുറിച്ച് ഓർത്ത് മരിക്കുന്നുവോ അതായിരിക്കും അടുത്ത ജന്മം എന്ന് വളരെ സുനിശ്ചിതമാണ്. ഇതൊക്കെ വളരെ കൃത്യമായി ചട്ടമ്പി സ്വാമിയുടെയൊക്കെ ജീവിതത്തിൽ വളരെ രസകരമായി തന്നെ വർണ്ണിക്കുന്നുണ്ട്. നമ്മളെയൊക്കെ വീട്ടിൻ്റെ പറമ്പിലൊക്കെ ചിലപ്പോൾ നമ്മളൊക്കെ വളർത്താതെ തന്നെ ചിലപ്പോൾ നമ്മളെ വീട്ടിൻ്റെ അയ്യത്തൊക്കെ നമ്മളെ വീട് കാക്കാൻ ചില പട്ടിയും പൂച്ചയൊക്കെ വന്ന് കിടക്കത്തില്ലേ? നമ്മൾ എത്ര കല്ലുകൊണ്ട് എറിഞ്ഞ് ഒട്ടിച്ചാലും അത് വന്ന് കിടക്കും. നമ്മൾ പറയത്തില്ലേ, നമ്മൾ വളർത്തുന്നതെന്നല്ല, എത്ര ഒട്ടിച്ചാലും അത് വീണ്ടും വന്ന് അവിടെ കിടക്കും. എന്താണെന്ന് വെച്ചാൽ പൂർവ്വകാലത്ത് നമ്മുടെ കുടുംബം കാക്കണമെന്നൊക്കെ ആഗ്രഹിച്ച് ഞാൻ പോയ വീട് നോക്കാൻ ആരുണ്ടെന്ന് ചോദിച്ചു പോയ അപ്പൂപ്പനൊക്കെ ആയിരിക്കും വന്ന് കിടക്കുന്നത്. മനസ്സിലായില്ലേ? എറിയുമ്പോൾ നോക്കിക്കോണം അപ്പൂപ്പൻ്റെ നടുവിനാണോ തലയ്ക്കാണോ എറിയുന്നതെന്ന്. ചില വീട്ടിൻ്റെയൊക്കെ മാവിൻ്റെ വീട്ടിലൊക്കെ ചില ചേരയൊക്കെ കിടക്കും മാങ്ങ പഴുത്ത് വരുന്ന സമയത്ത്. എന്താ കാര്യം? മാവ് പൂത്തപ്പോൾ നാട്ടിലെ പിള്ളേർ വന്ന് മാങ്ങ പിച്ചിക്കൊണ്ട് പോകുന്ന ഓർത്ത് മരിച്ചുപോയ അമ്മൂമ്മയായിരിക്കും ആ സമയത്ത് ചേരയായിട്ട് വന്ന് അതിൻ്റെ ചവിട്ടി കിടക്കുന്നത്. മനസ്സിലായില്ലേ? ഈ അന്ത്യകാലത്തെ സ്മരണയ്ക്കനുസരിച്ച് അടുത്ത ജന്മം വന്നു ചേരും. അതുകൊണ്ടാണ് നമ്മൾ ഭാഗവതത്തിൽ ചിന്തിപ്പിക്കുന്നത് അന്ത്യകാലേ നാരായണ സ്മൃതി. അവസാന സമയത്ത് എന്തുണ്ടാവണം? ഭഗവാന്റെ സ്മരണ ഉണ്ടാവണം. അത് ഏത് നിലയിലാണെങ്കിലും. മനസ്സിലായില്ലേ? ഭഗവാന്റെ സ്മരണയോടുകൂടി മരിക്കാൻ സാധിച്ചാൽ അതിനേക്കാൾ വലിയ പുണ്യം വേറൊന്നില്ല. അത്തരം ശ്രമം നമുക്ക് കാണാൻ സാധിക്കും. ഈ മാരീചൻ പൊന്മാനായിട്ട് വരാൻ വേണ്ടി മാരീചനെ പ്രേരിപ്പിക്കുമ്പോൾ രാവണനോട് മാരീചൻ പറയുന്നുണ്ട്, ഹേ രാവണ, ശ്രീരാമനോട് വേണ്ട കളി. രാമൻ ആരാണെന്ന് നിനക്കറിയില്ല, എനിക്ക് നല്ലതുപോലെ അറിയാമെന്ന അനുഭവം വെച്ചിട്ട് പറയുമ്പോഴും രാവണൻ അവസാനം പറയുന്നത് എന്താ? ഒന്നുകിൽ നീ പോയി മാനായി ചെന്നോണം, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ കൊല്ലും. മനസ്സിലായില്ലേ? രണ്ടാമതൊരർത്ഥമുണ്ട്. മാനായി പോയാൽ ആര് കൊല്ലും? രാമൻ കൊല്ലും. അപ്പം മാരീചൻ ചിന്തിച്ചു, രാവണൻ്റെ കൈകൊണ്ട് മരിക്കണോ ഭഗവാന്റെ കൈകൊണ്ട് മരിക്കണോ? രാവണൻ്റെ കൈകൊണ്ട് മരിച്ചാലോ? രണ്ടും മരണമാണ്. പക്ഷെ രാവണൻ്റെ കൈകൊണ്ട് മരിച്ചാൽ അന്ത്യകാലത്ത് ആരെയായിരിക്കും കാണുന്നത്? ദുഷ്ടനായ രാവണനെ കണ്ടോട്ടേ മരിക്കാൻ പറ്റൂ. മനസ്സിലായില്ലേ? അതിനേക്കാൾ നല്ലത് ഭഗവാനെ കണ്ടുകൊണ്ട് മരിക്കാൻ വേണ്ടിയിട്ടാണ് പൊന്മാനായി പോയത്. പൊന്മാനായി പോകുമ്പോൾ മാരീചൻ ദുഷ്ട സ്വഭാവമൊന്നുമില്ല. മാരീചന് യാഗരക്ഷാ സമയത്ത് ശ്രീരാമൻ്റെ അമ്പേറ്റ് ദൂരത്ത് പോയി തെറിച്ച് വീണ് അന്ന് നല്ലൊരു അടി കിട്ടിയതോടുകൂടി രാമൻ ആരാണെന്ന് ഉത്തമ ബോധ്യം വന്ന ആളാണ് മാരീചൻ. പിന്നെ രാവണനെ ഭയന്നിട്ടാണത് ചെയ്യുന്നത്. അപ്പം അന്ത്യകാലത്തിൽ ഭഗവാനെ കണ്ടു മരിക്കുക എന്ന് പറയുന്ന മഹാഭാഗ്യമോ. ഇവിടെ നമ്മൾ രാമാവതാരത്തിൽ തന്നെ പറയും, ബാലിയെ ഒളിച്ചു നിന്ന് അമ്പെയ്തു എന്നൊക്കെ പറയുന്നുണ്ടല്ലേ. ഈ ബാലിയെ അമ്പെയ്ത് കഴിഞ്ഞിട്ട് രാമനും ബാലിയും തമ്മിലൊരു സംഭാഷണമുണ്ട്. അത് മനസ്സിലാക്കാത്തവരാണ് ഇപ്പോഴും ബാലിയെ ഒളിച്ച് നമ്പെയ്തു എന്ന് പറയുന്നത്. അവിടെ ബാലിയെ ആയിട്ട് ഭഗവാൻ അമ്പേറ്റ് കിടക്കുന്ന ബാലിയ ഭഗവാനോട് ചോദിക്കുന്നു, ഭഗവാനെ എന്തിനാണ് എന്നെ നീ അമ്പെയ്തത്? മനസ്സിലായില്ലേ? നിനക്ക് നേരിട്ട് വന്ന് എന്നോട് എന്തും പറഞ്ഞുകൂടായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നീ എന്നോട് പറഞ്ഞിരുന്നു എങ്കിൽ നീ സുഗ്രീവനെ ആശ്രയിക്കുന്നതിനേക്കാൾ നല്ലതുപോലെ സീതയെ ഞാനിഞ്ഞ് കൊണ്ടു തന്നേനെയല്ലോ. കാരണം എന്താ? ബാലിയെ വിളിച്ചിട്ട് ഒരു വാക്ക് പറഞ്ഞാൽ രാവണൻ സീതയെ അന്നേരം കൊണ്ടു കൊടുക്കും. കാര്യം ബാലിയെ പേടിയ രാവണനെ. പണ്ട് വാലി കെട്ടിയിട്ട് 7 കടലിലും കൊണ്ട് ഉപ്പുവെള്ളം കുടിപ്പിച്ചുകൊണ്ട് രാവണനെ ബാലി. പക്ഷെ അങ്ങനെ ചെയ്താൽ എന്ത് സംഭവിക്കും? പിന്നെ രാവണനെ കൊല്ലാനുള്ള കാരണം ഇല്ലാതായില്ലേ? മനസ്സിലായില്ലേ? രാവണനെ വധിക്കുക എന്നുള്ളതാണ് പ്രധാന കാരണം. അപ്പോൾ അതും ഇല്ലാതാവും.
അപ്പോൾ ആ ബാലി ഇതൊക്കെ ചോദിക്കും, ബാലിയായിട്ടൊരു സംവാദത്തിൽ ഏർപ്പെടും. ഏറ്റവും ഒടുവിൽ ബാലി തന്നെ ഭഗവാനെ നമസ്കരിച്ചിട്ടാണ് ജീവൻ വെടിയുന്നത്. ആ സമയത്ത് ബാലി പറയുന്നുണ്ട്, ഭഗവാനെ എനിക്കൊരു വലിയ ഭാഗ്യമുണ്ടായി, അങ്ങനെ അമ്പ ചെയ്തത് കൊണ്ട് എനിക്ക് അങ്ങയെ ദർശിച്ച് മരിക്കാനുള്ള ഭാഗ്യമുണ്ടായി. മനസ്സിലായോ? അപ്പോൾ അന്ത്യകാലത്ത് ആ ഏതിനെ സ്മരിക്കുന്നു അതായിട്ടായിരിക്കും ജന്മം എന്ന് സുനിശ്ചിതമാണെന്ന് നമ്മൾ ഉറപ്പിക്കുക. ഇവിടെ ഭരതൻ അങ്ങനെ മരണമടഞ്ഞു. ആ ഭരതൻ അടുത്ത ജന്മത്തിലൊരു മാനായിട്ട് ജനിച്ചു. പക്ഷേ പൂർവ്വജന്മ സ്മരണകളുണ്ടായിരുന്നു, നമുക്കില്ലാത്തത് അതാണ്. പക്ഷേ ഇവിടെ ആരൊക്കെയുണ്ടായിരുന്നു? ഈ മാന് ഉണ്ടായിരുന്നു. കാരണം കുറേ കാലം തപസ് ചെയ്തല്ലോ, അതുകൊണ്ട് പൂർവ്വജന്മത്തിൻ്റെ ഓർമ്മയുള്ളതുകൊണ്ട് ഈ മാനായിട്ടുള്ള ജന്മത്തിൽ യാതൊരു ജീവികളുമായിട്ട് ഒരു ബന്ധവും വെക്കാതെ മാൻകൂട്ടത്തിൽ നിന്നൊക്കെ ഒറ്റയ്ക്ക് ഇങ്ങനെ തിരിഞ്ഞ് ഉണങ്ങിയ ഇലകൾ മാത്രം ഭക്ഷിച്ച് വെള്ളവും കുടിച്ച് ഈശ്വര സ്മരണ ഉള്ളിൽ നിലനിർത്തിക്കൊണ്ട് തന്നെ ജീവിച്ച് ശരീരം ഉപേക്ഷിച്ചു. അടുത്ത ജന്മത്തിൽ അവിടെ ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ, ഒരു ജ്ഞാന കുടുംബത്തിൽ ജനിച്ചു. ഇവിടെ ബ്രാഹ്മണൻ എന്ന വാക്കെടുക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ഏറ്റവും കൂടുതൽ വികലമാക്കി ചർച്ച ചെയ്യുന്നൊരു പദമാണ്. അതുകൊണ്ട് തന്നെ അർത്ഥം കൂടി മനസ്സിലാക്കണം നമ്മൾ. ബ്രാഹ്മണൻ എന്ന വാക്ക് ജന്മനാ ഉള്ള, മനസ്സിലായില്ലേ, ഏതെങ്കിലും കുലത്തിൽ ജനിക്കുന്നത് കൊണ്ട് കിട്ടുന്ന കുലമഹിമയിലുള്ളതല്ല ബ്രാഹ്മണൻ എന്ന വാക്ക്. നമ്മൾ ഇപ്പോഴും പലപ്പോഴും തെറ്റിദ്ധരിച്ചിട്ട് ചിന്തിക്കുന്നൊരു പദമാണത്. ജന്മം കൊണ്ടുണ്ടാകുന്ന ജാതിയല്ല ബ്രാഹ്മണൻ. പുരാണത്തിൽ ബ്രാഹ്മണനിൽ നിന്നും ശ്രേഷ്ഠനായി ബ്രാഹ്മണനെ പൂജിക്കണം എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിൽ പൂണൂല് ധരിച്ചവനെയോ അല്ലെങ്കിൽ അല്ലാതുള്ള ഏതെങ്കിലും ആചാരപരമായോ ജാതിപരമായ ചിഹ്നം ധരിച്ചവരെയോ ആദരിക്കാൻ വേണ്ടി ഉള്ള സംവിധാനം അല്ല. ഇപ്പോൾ പ്രചരിപ്പിക്കപ്പെടുന്നത് എങ്ങനെയാണല്ലേ, ബ്രാഹ്മണിക്കൽ എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ വികലമാക്കിക്കൊണ്ടാണ്, വിഷലിപ്തമാക്കിയ പ്രചരണം നടക്കുന്നതുകൊണ്ടാണ് എടുത്ത് ചർച്ച ചെയ്തതും എടുത്ത് പറഞ്ഞതും. അല്ലാതെ ഏതെങ്കിലും ഒരു വിഭാഗത്തെ അവഹേളിക്കാനോ അല്ലെങ്കിൽ അവർ മോശമാണെന്ന് പറയാനൊന്നുമല്ല. ഏത് വിഭാഗത്തിലാണെങ്കിലും നല്ലവരും ഉണ്ടാവും, മോശം ആൾക്കാരുണ്ടാവും, ഇല്ലേ? എല്ലാ വിഭാഗത്തിലും ഉണ്ടാവും. ഇവിടെ ബ്രാഹ്മണൻ എന്ന് പറയുന്നത് അങ്ങനെയുള്ള അവസ്ഥയിലുമല്ല. ഇവിടെ ബ്രാഹ്മണൻ എന്ന് പറയുന്ന വാക്ക് ബ്രഹ്മജ്ഞാനേതി ബ്രാഹ്മണ, ബ്രഹ്മജ്ഞാനം നേടിയവൻ, ഈശ്വരജ്ഞാനം നേടിയവൻ. അല്ലാതെ ഈശ്വരനെ പൂജിക്കുന്നവനും ബ്രാഹ്മണനാവണമെന്നില്ല. മനസ്സിലായില്ലേ? ആർക്കും പൂജിക്കാം, തടസ്സം വല്ലതും ഉണ്ടോ? ആർക്കും പൂജിക്കാം, നമുക്ക് നമ്മുടേതായ രീതിയിൽ പൂജിക്കാം. കാട്ടാളന് കാട്ടാളൻ്റെ വ്യവസ്ഥയിൽ പൂജിക്കാം, പൂജിച്ചൂടെ? ശിവപുരാണത്തിലൊരു കഥയുണ്ട്. ഈ മാംസം ചുട്ടു തിന്നുന്ന മാംസം വെച്ച് ശിവന് പൂജ നടത്തിയ ഒരാളിനെ കുറിച്ച് പറയുന്നുണ്ട്. കാരണം അയാളുടെ ജീവിതം അങ്ങനെയാണ്, കാട്ടാളനാണ് അയാൾ. അതുകൊണ്ട് താൻ ഭക്ഷിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് ആദ്യം ഒരു ഭാഗം എന്ത് ചെയ്യും? ഭഗവാനെ പൂജിക്കും. മനസ്സിലായില്ലേ? അവസാനം മാംസം കിട്ടാതെ വന്നപ്പോൾ അദ്ദേഹം സ്വന്തം ഭാര്യ ഇരുന്ന കുടിലിന് തീ കൊളുത്തിയിട്ട് ആ മാംസം എടുത്തിട്ട് അവിടെ വെച്ചു എന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലൊക്കെ ഏത് തരത്തിലും നമ്മുടെ ജീവിത രീതിക്കനുസരിച്ചിട്ട് അതൊക്കെ ഈ ഓരോ കാലഘട്ടം, അതാണ് പണ്ട് കാലത്തൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഓരോരുത്തരുടെ ജീവിത രീതി അനുസരിച്ച് ചിലർ ഈ ചില സ്ഥലത്ത് അവർ ഉപയോഗിക്കുന്ന വസ്തുക്കൾ ഭഗവാനെന്നും പറഞ്ഞ് വെച്ച് പൂജിച്ചിട്ടില്ലേ? ഓരോ കാലഘട്ടത്തിൽ കള്ള്, അത് കണക്ക് മുറുക്കാൻ, അത് കണക്ക് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ വെച്ച് പൂജിക്കാറുണ്ട് പലയിടത്തും. കാരണം അവരവർക്ക് പ്രിയമുള്ളത് വെച്ച് അത് അവരവരുടെ സങ്കല്പമാണ്. ആ അർത്ഥത്തിലല്ല ഇവിടെ ബ്രാഹ്മണൻ. ബ്രഹ്മജ്ഞാനേതി ബ്രാഹ്മണൻ, ഈശ്വരനായപരമായ അറിവ് നേടുന്നവനാണ് ആര്? ബ്രാഹ്മണൻ. മനസ്സിലായില്ലേ? അപ്പം ജ്ഞാനികളെയാണ് പൂജിക്കപ്പെടേണ്ടത് എന്നാണ്. അപ്പോൾ അങ്ങനെ ഒരു കുലത്തിലാണ് ജനിച്ചത്. ഇവിടെ എന്തിനാണ് അങ്ങനെ ഒരു കുലം എടുത്തു പറഞ്ഞെന്ന് ചോദിച്ചാൽ, പക്ഷേ ഈ കുലത്തിൽ ജനിച്ചെങ്കിലും ആ ജ്ഞാനം നേടുന്നതിൽ വിമുഖതനായിട്ടാണ് ഈ കുട്ടി വളർന്നു വന്നത്. ജ്ഞാനമുള്ള കുടുംബത്തിൽ ജ്ഞാനം നേടാത്തൊരു കുട്ടിയുണ്ടെന്ന് പറയുമ്പോൾ നമ്മളവിടെ പ്രത്യേക ഒരു ഐഡൻറ്റിറ്റി വരുമല്ലോ. നമ്മൾ പറയില്ലേ, നല്ല കുലത്തിൽ പലരും ജനിക്കുമെന്ന് പറയത്തില്ല. അതുപോലെ വളരെ അറിവുള്ള കുടുംബത്തിൽ അറിവില്ലാത്തൊരുത്തൻ ജനിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കാര്യത്തിലും താല്പര്യമില്ല, ഒരു കാര്യത്തിലും ചിന്തയില്ല. ഉപനയനാദി കാര്യങ്ങളും വേദപഠനമൊക്കെ അച്ഛൻ പഠിപ്പിച്ചു കൊടുത്തു, പക്ഷേ ഇതൊന്നും ശ്രദ്ധിച്ചില്ല. അതുകൊണ്ട് ഈ കുട്ടിയെ എല്ലാവരും ജഡൻ എന്ന് വിളിച്ചു. ജഡൻ എന്ന് പറഞ്ഞാൽ എന്താ? ചൈതന്യം ഇല്ലാത്തവൻ, ഗുണമൊന്നുമില്ല, ജഡത്തിൻ്റെ പോലെയാണ്. ജഡഭരതൻ എന്നൊരു പേരും വീണു. ഈ ജഡഭരതൻ അങ്ങനെ ജീവിച്ചു പോയി. ഏത് കാര്യം പറഞ്ഞാലും ആരെന്ത് പറഞ്ഞാലും അതൊക്കെ ചെയ്യും. ആരെങ്കിലും എന്തെങ്കിലും കൊടുത്താൽ കഴിക്കും, എവിടെങ്കിലും കിടന്നുറങ്ങും. ഒന്നിനും ഒരു കൃത്യതയില്ല, നനയില്ല, കുളിയില്ല, ഒന്നുമില്ല. കാരണം ഒന്നിനോടൊരു മമതയില്ല. ഈ നനയും കുളിയും തന്നെ കൂടുന്ന എപ്പോഴാണ്? ദേഹത്തിനോടൊരു മമത വരുമ്പോഴാണ്. ഈ ദേഹം വൃത്തിയായിരിക്കണം, ഭംഗിയായിരിക്കണം, സൗന്ദര്യബോധമൊക്കെ വരുമ്പോൾ ഇതൊക്കെ നമ്മൾ കൂടുതൽ നടത്തുന്നത്. ശരിയല്ലേ? ആണോ അല്ലയോ? ഓരോ പരസ്യക്കാരുടെയും പരസ്യ കമ്പനിയുടെ പേരിലുള്ള സോപ്പിനകത്ത് നമ്മൾ പോയി വീഴുന്ന എപ്പോഴാണ്? ശരീരത്തിൽ അഴുക്ക് പോകണമെന്നുള്ളത് കൊണ്ടാണോ? ദേഹത്തിനോടുള്ള അഭിമാനം കൂടുമ്പോഴാണോ? ദേഹത്തിനോടുള്ള അഭിമാനം കൂടുമ്പോഴാണ് അല്ലേ? ജീവിതത്തിൽ ഇന്ന് വരെ ആ സോപ്പ് തേക്കാത്ത ആളായിരിക്കും പരസ്യത്തിൽ ഒന്ന് തേച്ചിട്ട് പറയുന്നത്, കണ്ടില്ലേ ചർമ്മം, ഉടനെ നമ്മളും പോയി മേടിച്ച് തേക്കും. എത്ര തേച്ചിട്ട് സോപ്പ് തീരുന്നതല്ലാതെ മാറ്റമൊന്നും വരില്ല എന്നൊക്കെ പറയുന്നതൊക്കെ നമ്മൾ ഈ പരസ്യത്തിനകത്തൊക്കെ അഡിക്റ്റ് ആവുന്നത് അങ്ങനെയൊക്കെയാണ്. ശരി. അപ്പോൾ ഇവിടെ ജഡഭരതൻ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഒരിക്കൽ ഇദ്ദേഹത്തെ ഒരു ദുർമന്ത്രവാദി പിടികൂടി.
ആ ദുർമന്ത്രവാദി ഇദ്ദേഹത്തെ ഒരു നരബലിക്ക് വേണ്ടിയിട്ടാണ് പിടികൂടുന്നത്. ഇവിടെ നരബലിയൊക്കെ ഇന്ന് ചർച്ച ചെയ്യുന്ന കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നത്. ഇവിടെ നമ്മുടെ ഭാഗവതമൊക്കെ അതിന് കൃത്യമായ ഉത്തരം കൊടുക്കുന്നുണ്ട്. ഇവിടെ നരബലിക്ക്, കാരണം അതൊക്കെ യഥാർത്ഥത്തിൽ ഏറ്റവും ദുരാചാരമാണ്, ഒരിക്കലും അത് ശാശ്വതമല്ല. ആ അവസ്ഥയിൽ കൊണ്ടുവന്ന് ഇത് ചെയ്യാൻ നോക്കുമ്പോൾ ആ ഭദ്രകാളി ദേവി പ്രത്യക്ഷപ്പെട്ട് ആ ദുർമന്ത്രവാദിയെ വധിച്ച് ജഡഭരതനെ രക്ഷിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഭദ്രകാളി ദുർമന്ത്രവാദത്തിൽ നരബലി ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ യഥാർത്ഥത്തിൽ അത് ആ മന്ത്രവാദിയെ വധിക്കേണ്ട ആവശ്യമുണ്ടോ? മനസ്സിലായോ? നമ്മൾ ചിന്തിച്ചാൽ മതി. ഇപ്പോഴും പ്രചരിപ്പിക്കപ്പെടുന്ന നമ്മുടെ സനാതനധർമ്മത്തിൽ നരബലി പ്രോത്സാഹിപ്പിക്കുന്നതുകൊണ്ട് സനാതനധർമ്മം ഒന്നും പറയാൻ പാടില്ല, സനാതനധർമ്മം ഒന്നും ചിന്തിക്കാൻ പാടില്ല, ഇല്ലേ? ഇതൊക്കെയാണ് പ്രചരിപ്പിക്കപ്പെടുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കുക, ഭാഗവത്തിൽ കൃത്യമായ മറുപടിയാണ് പറയുന്നത്. എത്ര കാലം മുമ്പാ ഇവിടെ വേദവ്യാസൻ അറിയാം പിന്നീടത്തെ കാലത്ത് ജനിക്കുന്ന തലതിരിഞ്ഞവന്മാർ എന്തൊക്കെ പറയുമെന്ന്. അതിനുള്ള മറുപടി വരെ ആ കാലഘട്ടത്തിൽ. അതാണ് ഋഷീശ്വരന്മാരുടെ കഴിവ്. നമ്മൾ ചിലപ്പോൾ നമ്മുടെ തലമുറ 5 തലമുറയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കത്തുള്ളൂ. ഋഷീശ്വരന്മാർ ചിന്തിക്കുന്നത് അനേക കാലത്തേക്കുള്ള കാഴ്ചപ്പാടാണ് അവരുടെ. അതുകൊണ്ടാണ് ഭാഗവതം ഇന്നും ഭാഗവത്തെ ഉപാസിക്കുന്നവരുടെ എണ്ണം കുറയല്ല. ആണോ? ഇന്ന് എണ്ണം കൂടിക്കൊണ്ടിരിക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേ. ഒരു 10, 30, 40 വർഷം മുമ്പ് ഒരു ജില്ലയിൽ ചിലപ്പോൾ അപൂർവമായിട്ടായിരിക്കും ഒരു സപ്താഹമൊക്കെ നടക്കുന്നത്. ഇപ്പോൾ ഓരോ ഗ്രാമങ്ങളിലും, ഇല്ലേ, എത്രയധികം ആൾക്കാർ ഓരോ ഗ്രാമങ്ങളിലൂടെ ഇതിനെ അനുസന്ധാനം ചെയ്യുന്നു. എത്രയധികം. ഒരുപക്ഷെ നേരിട്ട് വന്ന് ഇരുന്ന് കേൾക്കാൻ സാധിക്കാത്ത പലരും അല്ലാതെ കേൾക്കുന്നവരുണ്ട്. ഇന്ന് പല സംവിധാനങ്ങളിലൂടെ ഇതൊന്നും യജ്ഞങ്ങൾക്ക് പോയിരിക്കാതെ വായിച്ച് മനസ്സിലാക്കി പഠിക്കുന്നവരുണ്ട് സ്വയം. അപ്പോൾ ഇന്ന് ആ കാലഘട്ടം തന്നെ മാറി വരികയാണ്. ഇവിടെയാണ് വളരെ കൃത്യമായി നരബലിക്ക് കൊണ്ടുനിന്ന് ആ ജഡഭരതനെ ഇരുത്തുന്ന സമയത്ത് അവിടെ ആ ദുർമന്ത്രവാദി ചെയ്യുന്നതാണ് തെറ്റെന്നുള്ളത് കൊണ്ട് ദുർമന്ത്രവാദിയെ വധിച്ചു. മനസ്സിലായില്ലേ? അപ്പോൾ നരബലി അംഗീകരിക്കുന്നതാണെങ്കിൽ അത് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അത് അംഗീകരിക്കുന്നതല്ല ഒരിക്കലും. തെറ്റ് ചെയ്യുന്നവനെയാണ് ശിക്ഷിക്കേണ്ടത്. വളരെ കൃത്യമായി. അത് കഴിഞ്ഞിട്ടോ ജഡഭരതൻ ഭദ്രകാളി നോക്കിയൊന്ന് ചിരിച്ചു. അതിനോടും മമതയില്ല, ഇണക്കിറങ്ങി നടന്നങ്ങ് പോയി. അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹം ഒരിടത്തിരുന്ന് ഉറങ്ങുന്ന സമയത്ത് ഒരു ചക്രവർത്തി അതിലേക്കൂടെ ഗുരുനാഥനെ തേടി, കപില മഹർഷി, ഇന്നലെ നമ്മൾ ചർച്ച ചെയ്താണ് കപിലനെക്കുറിച്ച്. ആ കപിലനെ ഗുരുവായി സ്വീകരിക്കാൻ വേണ്ടി രഘുണൻ എന്ന് പറയുന്ന രാജാവ് ഒരു പല്ലക്കിനകത്ത് വരികയാണ്. ഈ പല്ലക്കിൽ വരുന്ന സമയത്ത് ഈ പല്ലക്ക് ചുമക്കുന്ന 4 പേരിൽ ഒരാൾക്ക് ചുമക്കാൻ പറ്റാത്ത കണക്ക് ബുദ്ധിമുട്ടായി. അപ്പോൾ പകരം പല്ലക്ക് ചുമക്കാൻ ഒരാൾ വേണം. നോക്കിയപ്പോൾ വഴിയിലിരുന്ന് ഉറങ്ങുന്നവനെ പിടിച്ചു. നല്ല ആരോഗ്യമൊക്കെ ഉണ്ട്. വിളിച്ചിട്ട് പറഞ്ഞു പല്ലക്ക് പിടിച്ചോളാൻ പറഞ്ഞു. ആരെന്ത് പറഞ്ഞാലും ചെയ്തോളൂ. അങ്ങനെ പല്ലക്കെടുത്ത് തോളി വെച്ച് കൊടുത്തു. തോളി പല്ലക്ക് വെച്ചുകൊണ്ട് നടക്കുകയാണ്. നടക്കുന്നുണ്ടെങ്കിൽ ഈ തോളിൽ നിന്ന് പൊക്കിയെടുത്ത് ഈ തോളിലോട്ടിടും, ഈ തോളിൽ നിന്ന് പൊക്കി ഇങ്ങോട്ടിടും. ഇടയ്ക്ക് വലിച്ചുകൊണ്ട് ഓടും, ഇടയ്ക്ക് പെട്ടെന്ന് അങ്ങ് നിൽക്കും, ഇടയ്ക്കിട്ട് കുലുക്കും. ഇതിനകത്തിരിക്കുന്ന ആളുടെ അവസ്ഥ എന്തായിരിക്കും? രാജാവ് ആടി ഒലഞ്ഞ് മറിഞ്ഞൊരു പരിവായി. രാജാവ് അവസാനം ചോദിച്ചു, ആരടാ ഈ പണി കാണിക്കുന്നത്? ഇതിനകത്ത് സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റും. രാജാവ് ദേഷ്യപ്പെട്ടു. അപ്പം ബാക്കിയുള്ള 3 പേരും പറഞ്ഞു, രാജാവേ ഞങ്ങളല്ല, ഇപ്പം വന്ന പുതിയതായിട്ട് ജോയിൻ ചെയ്ത ജോലിക്കാരനുണ്ട്, അവനാണ്. രാജാവ് ആ പല്ലക്കിൻ്റെ വാതിൽ തുറന്ന് നോക്കിയിട്ട് ചോദിച്ചിട്ട്, ആ തടിയാ, മര്യാദയ്ക്ക് ഞാൻ രാജാവാണ്, എൻ്റെ കയ്യിൽ നിന്ന് നല്ല ശിക്ഷ മേടിക്കും, നീ എന്ത് പണിയാണ്, നീ എവിടെയാണ് ഇത് വലിച്ചുകൊണ്ട് ഓടുന്നതെന്നൊക്കെ ചോദിച്ചു രാജാവ് ദേഷ്യപ്പെട്ടപ്പോൾ ജീവിതത്തിൽ ആദ്യമായിട്ട് ജഡഭരതൻ വാ തുറന്നു. കാരണം എന്താ? താൻ ആർജിച്ച ജ്ഞാനത്തെ നമ്മൾക്ക് കൂടി പകരാൻ വേണ്ടിയിട്ടാണ്. ജഡഭരതൻ രഘുഗുണ രാജാവുമായൊരു സംവാദമുണ്ട്. വളരെ കൃത്യമായി ജീവൻ്റെ ഗതിയെക്കുറിച്ചും ആത്മതത്വത്തെക്കുറിച്ചും ഞാൻ ഈ ശരീരമല്ലെന്നും ഞാൻ പരമമായ ആത്മബോധമാണെന്നും ആത്മബോധത്തിന് ഒന്നിനോടും ബന്ധമില്ലെന്നും തടിയനെന്നോ വെളുത്തവനെന്നോ കറുത്തവനെന്നോ നീളമുള്ളവനെന്നോ വലിച്ചോണ്ട് ഓടുന്നതോ ഒക്കെ ശരീരതലത്തിലാണ്. ആത്മാവിൻ്റെ തലത്തിൽ രാജാവിൻ്റെ ആത്മാവും എൻ്റെ ആത്മാവും ഒന്ന് തന്നെയാണ്. യാചകൻ്റെ ആത്മാവും, അല്ലേ, പ്രധാനമന്ത്രിയുടെ ആത്മാവിന് വല്ല വ്യത്യാസമുണ്ടോ? കറുത്തവനും വെളുത്തവനും കറുത്ത ആത്മാവും വെളുത്താത്മാവും ഉണ്ടോ? തടിച്ചാക്ക് തടിച്ച ആത്മാവും തടി കുറഞ്ഞാക്ക് തടി കുറഞ്ഞ ആത്മാവും ഉണ്ടോ? ഒന്നുമില്ല. എല്ലാം ഒന്നുപോലെ, എല്ലാം ആ ആത്മാവ് മാത്രമാണ് യഥാർത്ഥത്തിൽ ശാശ്വതമായത്. അപ്പോൾ ശാശ്വതമല്ലാത്ത ശരീരത്തിൻ്റെ ഭാവവ്യത്യാസത്തിൻ്റെ പേരിൽ കലഹിക്കുന്നവരാരാ? ജ്ഞാനികളാണോ അജ്ഞാനികളാണോ? ശാശ്വതമായത് ആത്മാവ് മാത്രമാണ്. നിത്യവും സത്യവുമായത് ആത്മാവാണ്. ആ നിത്യവും സത്യമായ ആത്മാവിനെ അറിയാതെ നശിക്കപ്പെടുന്ന കേവലം വസ്തുക്കളുടെ പേര് കലഹിക്കുന്നത് ജ്ഞാനികളാണോ അജ്ഞാനികളാണോ? അജ്ഞാനികളാണ്. അപ്പം നമ്മൾ ഈ ജാതിയുടെ പേര് കലഹിക്കുന്നത് എന്തിൻ്റെ പേരിലാണ്? ജ്ഞാനി ആയതുകൊണ്ടാണോ അജ്ഞാനിയുടെ പേരിലാണോ? ചിലരൊക്കെ വാല് പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നവരോ ഇപ്പോഴും. മനസ്സിലായില്ലേ? ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തം നമ്മൾ പഠിച്ചു. എന്താ പഠിച്ചത്? കുരങ്ങനായിരുന്നു, വാല് പോയി മനുഷ്യനായെന്ന് പഠിച്ചു. പക്ഷേ ഇപ്പോഴും നമ്മൾ വാല് പൊക്കി പിടിച്ചില്ലെങ്കിൽ ഒരു അഭിമാനമില്ല. എന്താ വാല്? എന്താ വാല്? പേരിൻ്റെ പുറവിൽ പിള്ളയോ കുറുപ്പോ ജയകോവനോ നമ്പൂതിരിയോ, അല്ലേ, മേനോനോ ഒക്കെ വന്നില്ലെങ്കിൽ
എന്തോ ഒരു മോശമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുക. ഈ പൊക്കി പിടിക്കുന്ന വാലിൻ്റെ പേരിലാണ് ഇപ്പം നമ്മൾ ദുഃഖം അനുഭവിക്കുന്ന മുഴുവൻ. ഒന്നിച്ച് നിൽക്കേണ്ടതിന് തടസ്സമായി എന്തുണ്ടോ അതിനെ എല്ലാം മാറ്റണം. ആ ഒന്നിച്ച് നിൽക്കാത്തതിൻ്റെ ദുഃഖമാണ് ഇന്ന് ഹിന്ദു സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ശാസ്ത്രം പറയുന്നത് എന്താ? ദേഹബോധങ്ങളിലുള്ള ജന്മശരീരങ്ങളിലല്ല അഭിമാനിക്കേണ്ടത്, എല്ലാവരിലും കുടികൊള്ളുന്ന ഒരു ആത്മബോധമാണ്, അതാണ് ഈശ്വരൻ എന്ന ഭാവത്തിൽ ഈശ്വരനെ ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. നമ്മളിപ്പോഴും ഈശ്വരനെ വെച്ച് പൂജിക്കുന്നുണ്ട്, ഇല്ലേ? ശരിയല്ലേ? ഈശ്വരനെ വെച്ച് പൂജിക്കാൻ അമ്പലം കെട്ടുന്നുണ്ട്, പൂജ നടത്തുന്നുണ്ട്, ഉത്സവം നടത്തുന്നുണ്ട്, നമ്മൾ അതിനു വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ ആ ഈശ്വരനെ ഉൾക്കൊണ്ട് ജീവിക്കുന്നുണ്ടോ? അതാണ് പ്രയാസം. ബാക്കിയൊക്കെ നമുക്കൊരു ജന്മം കൊണ്ട് സാധിക്കും. ചിലപ്പോൾ അനേക ജന്മങ്ങൾ വേണ്ടി വരുന്ന ഈശ്വരനെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ അവിടെ ഉപേക്ഷിക്കേണ്ടതാണ് ഈ ദേഹാബോധ സംബന്ധമായി വരുന്ന സർവ്വതിനെ ഉപേക്ഷിക്കണം. നമ്മളിപ്പോൾ അതുകൊണ്ടല്ലേ നമ്മളെ ഏറ്റവും ആരാധ്യ സ്വരൂപത്തിൽ ആരാ വരുന്ന? സന്യാസിമാരാണ്, അല്ലേ? സന്യാസിമാർ സന്യാസം സ്വീകരിക്കുമ്പോൾ അവർ ഈ ശരീരബോധങ്ങളെയും അവരുടെ ജാതി സമ്പ്രദായങ്ങളെയും എല്ലാത്തിനെയും അവർ ജനിച്ച കുലപാരമ്പര്യത്തെ വരെ ഉപേക്ഷിച്ച് വിരജാഹോമം നടത്തിയിട്ടാണ് സന്യാസം സ്വീകരിക്കുന്നത്. പക്ഷേ കഷ്ടമെന്ന് പറയാൻ ഇപ്പോഴും സന്യാസിമാരെ വരെ ജാതിയുടെ ചട്ടക്കൂടിലാക്കി പങ്കുവെച്ചെടുത്തിരിക്കുന്നവരാണ് നമ്മൾ. അവരെന്ത് ചിന്തിച്ചോ അവരെ അതിൽ നിന്നൊക്കെ മാറ്റി നമ്മളിപ്പോൾ അവരെ കണ്ണാടി കൂട്ടിനകത്ത് അടച്ചു, അല്ലെങ്കിൽ അവരെ നമ്മൾ പങ്കുവെക്കും. ഇതാണ് നമ്മുടെ അബദ്ധം. നമുക്ക് പറ്റിയ ഒരു അബദ്ധം നമ്മൾ തിരുത്തണം. നമ്മളല്ലാതെ വേറൊരാൾ തിരുത്താൻ സാധ്യതയില്ല. ഉണ്ടോ? ഉണ്ടായൊരു ഇണ്ടൽ ബധ, ഇന്ന് ഹിന്ദു സമൂഹത്തിലുണ്ടായൊരു ഇണ്ടൽ ഇതാണ്, ഒരു ബധ ഇതാണ്. ഇവിടെ നമ്മൾ ഒന്നായി നിൽക്കാൻ, ഒരേ ഭാവത്തിൽ ഒന്നിച്ച് മുന്നോട്ട് പോകാനുള്ള ആ അവസ്ഥയിലേക്ക് നമ്മൾ എത്തേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ വളരെ കൃത്യമായി ഇതൊക്കെ നമ്മൾ നോക്കുക. ഇന്നത്തെ വർത്തമാന കാലഘട്ടത്തിലെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം വരെയാണ് ഭാഗവതം. അല്ലാതെ പണ്ട് കാലത്ത് നടന്ന കുറേ രാജാക്കന്മാരുടെയും രാജ്യം ഭരിച്ചിരുന്നവരുടെയും കഥ പറയാനല്ല. വെറുതെ വെണ്ണ എടുത്തുകൊണ്ട് പോയ കൃഷ്ണനെയും ഗോപികമാരോടൊപ്പം ഡാൻസ് കളിച്ച കൃഷ്ണനെയും കാളിയൻ്റെ കൂടെ കിടന്ന് ചാടിയ കൃഷ്ണനെയോ പർവ്വതം ഉയർത്തിയ കൃഷ്ണനെയും കണ്ടിട്ട് അയ്യോ ഭഗവാനല്ലേ, ഭഗവാൻ അതെല്ലാം സാധിക്കും, ഞങ്ങളെ കൊണ്ടൊന്നും പറയും, ഞങ്ങളിങ്ങനെ ഇരുന്ന് എന്നും വഴിപാട് നടത്തി ഞങ്ങൾ ഭഗവാനെ വന്ന് കൈകൂപ്പി ജീവിച്ചോളാം, ഞങ്ങൾക്ക് വലിയ ആരോഗ്യമൊന്നും എന്ന് ദുർബലനായ അവസ്ഥയിലേക്ക് എത്താനല്ല നമുക്ക്, നമ്മൾ സ്വയം ഉദ്ധരിക്കാനാണ്. ഇന്ന് നമ്മുടെയൊക്കെ ഏറ്റവും വലിയ അപകടം എന്താ? നമ്മുടെ ഇപ്പോൾ ഈശ്വരാരാധനയിൽ വന്നു ചേർന്നിരിക്കുന്നൊരു വലിയ അപകടമുണ്ട്. എല്ലാം ക്ഷേത്രത്തിൽ ഇരിക്കുന്ന വിഗ്രഹം നോക്കിക്കോളൂ. മനസ്സിലായില്ലേ? എല്ലാം നോക്കിക്കോളും. നമുക്ക് ഒന്നിനും കഴിവില്ല എന്ന നിലയിലേക്ക് പോയി ആ അവസ്ഥയിലേക്കാണ് ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയല്ല. ആ ഈശ്വരനെ നമ്മൾ ആരാധിക്കുന്നത് എന്തിനാണ്? എല്ലാ കഴിവുകളും പ്രയത്നങ്ങളും കൊണ്ട് നമ്മൾ ഉയരത്തിലേക്ക് പോകുമ്പോൾ അതിന് പ്രേരണ കിട്ടാനൊരു ശക്തിയായിട്ടാണ്. ഇപ്പോൾ നമ്മൾ കുട്ടികളത്ത് പറയുന്നതാ ഭഗവാനെ പ്രാർത്ഥി, അത് എല്ലാം ഭഗവാൻ. അങ്ങനെയല്ല, നമ്മളാണ് ചെയ്യേണ്ടത്. അതിനൊരു പ്രേരണയാണ്, ഒരു സ്രോതസ്സു മാത്രമാണ്. ഇപ്പോൾ ഈ വെളിച്ചം നമ്മുടെ ഇവിടെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്യാം, അല്ലേ? ഓരോന്ന് അടുക്കി പറക്കി എല്ലാം വൃത്തിയാക്കി വെക്കാം. പക്ഷേ ഈ വെളിച്ചം മാത്രം ഉള്ളത് കൊണ്ട് നമ്മൾ ചെയ്യാതിരുന്നാൽ ഇതെല്ലാം അടുക്കി പറക്കി വെക്കാൻ പറ്റുമോ? നമ്മൾ തന്നെയാണ്. അതുപോലൊരു പ്രേരണയാണ് ഈശ്വരൻ. നമ്മളിലുള്ള കഴിവുകളെ പ്രകടിപ്പിച്ച് നമ്മൾ വിജയിക്കണം. മനസ്സിലാവുന്നുണ്ടോ? അതിനാവണം നമ്മൾ കുട്ടികളെ പഠിപ്പിക്കേണ്ടത്. അവനവൻ്റെ ഉള്ളിലുള്ള സർഗവാസനയെ ഉണർത്തി, അവനവൻ്റെ കഴിവുകളെ ഉണർത്തി, ആ കഴിവിനെ ബലപ്പെടുത്തി മുന്നോട്ട് പോകുമ്പം ഭഗവാനെ നീ എനിക്ക് തുണയായിട്ടുണ്ടാവണം. മനസ്സിലായില്ലേ? അല്ലാതെ എല്ലാ ഈശ്വരൻ നോക്കിക്കോളും വഴിപാട് നടത്തിയാൽ മാത്രം വഴിയെന്ന് വിചാരിച്ചാൽ ആ ഈശ്വര വിശ്വാസം നമ്മളെ ശരിയായ ദിശയിലേക്ക് കൊണ്ടുപോകില്ല. നമ്മൾ അലസനും മടിയനുമായി ഇരുന്ന് നമ്മൾ ജീവിതത്തിൽ പ്രയത്നശീലമില്ലാതെ ആയിപ്പോകും. അപ്പോൾ അത് ഉണ്ടാവരുത്. അപ്പം നമ്മൾ ശരിയായ ദിശയിലേക്കും കൂടി എത്തണം. ഇവിടെ പറഞ്ഞു വന്നത് ഇത്തരത്തിൽ ചർച്ച നടന്നു. അവസാനം ഈ രാജാവ് ആ പല്ലക്കിൽ നിന്ന് ഇറങ്ങി തൊഴുകൈകളോടുകൂടി ജഡഭരതൻ്റെ മുന്നിലിരുന്നു. ഞാൻ അന്വേഷിച്ചു പോയ ആ ഗുരുനാഥൻ അങ്ങാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. അങ്ങ് കപിലനാണോ? ആരാണെന്ന് പറയൂ എന്ന് പറഞ്ഞു. ജഡഭരതൻ പറഞ്ഞു, ഞാനതൊന്നുമല്ല, ഞാനിങ്ങനെ ഭഗവാനെ പ്രാർത്ഥിച്ച ഒരു തപസ്സി മാത്രമാണ്. ഇങ്ങനെ 3 ജന്മങ്ങൾ ജനിക്കേണ്ടി വന്നു കർമ്മവിധി കൊണ്ട്. അപ്പോൾ കർമ്മഗതി കൊണ്ട് 3 ജന്മങ്ങൾ ജനിച്ചു. ഈ ജന്മത്തോടു കൂടി ഞാൻ എന്നെ ഇനി ഒരു ജന്മം വരാതിരിക്കാൻ ഒന്നിനോടും എനിക്ക് മമതയില്ല. മനസ്സിലല്ലേ? ഒന്നിനോടും മമതയില്ല. നിർമ്മമത്വം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേടേണ്ട ഒരു വലിയ തലമാണ് നിർമ്മമത്വം. അതുകൊണ്ടാണ് ഉച്ചയ്ക്ക് തമാശ രൂപേണായാലും പറഞ്ഞത്, ജീവിതത്തിൻ്റെ 1-ാം ഘട്ടം കഴിയുമ്പോൾ കുടുംബ പ്രാരാബ്ദങ്ങളെയൊക്കെ അങ്ങോട്ട് ഉപേക്ഷിക്കുക, സ്വയം അറിഞ്ഞങ്ങ് വിട്ടേക്കുക. മക്കൾ നോക്കിക്കുക, കൊച്ചുമക്കൾ നോക്കിക്കുക, ഏൽപ്പിക്കുക. കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യണം? നാരായണ 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 എന്ന് ജപിച്ച് ഒന്നിലും തലയിടാതെ പൂച്ചയുടെ സ്വഭാവം കളയുക. മനസ്സിലായില്ലേ? ഈ പ്രായം ചെല്ലുമ്പോൾ പ്രായമുള്ളവർക്കൊരു സ്വഭാവം വരും, പൂച്ചയുടെ സ്വഭാവം. എന്താ പൂച്ചയുടെ സ്വഭാവം? എത്തിനോട്ടം. ആവശ്യമുള്ളതോ ആവശ്യമില്ലാത്തതിലെല്ലാം എത്തി നോക്കുക, എന്നിട്ട് ഇത് കുറുകും. മനസ്സിലായില്ലേ?
ഈ പ്രായമുള്ള ആവുമ്പോൾ നമുക്ക് എല്ലാവർക്കും പൂച്ചയുടെ സ്വഭാവം വരും. ആവശ്യമില്ലാതെ മക്കളുടെയും കൊച്ചുമക്കളെ എല്ലാ കാര്യത്തിലും ഒന്ന് എത്തി നോക്കും. എന്നിട്ട് ഇപ്പുറത്ത് പറയുന്നത് റാ ഇത് വെള്ളം വെച്ചുകൊണ്ടിരിക്കും. മനസ്സിലായില്ലേ? എന്നുവെച്ചാൽ മുറുമുറുത്തുകൊണ്ടിരിക്കും. അതന്ന് വെടിഞ്ഞാൽ നന്നായി. മനസ്സിലായില്ലേ? അപ്പോൾ ആ ഒരു നിലയിൽ മനസ്സിനെ പരിപൂർണമാക്കി നിർമ്മമത്വത്തിലെത്തിച്ച് നേരെ ആ ഭരതൻ ഈശ്വരനെ നേടി. അപ്പം 3 ജന്മം വേണ്ടി വന്നു. ഇതിനെയാണ് ബാധകവാസന എന്ന് പറയുന്നത്. ഒരു വഴി ബാധകവാസനയാണെന്ന് പറഞ്ഞു. ബാധകവാസന 3 ജന്മങ്ങൾ വേണ്ടി വന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി രണ്ടാമത്തെ അപ്പം ചോദിക്കും, ഭഗവാനെ നേടാനെങ്കിൽ ഇത്രയും ജന്മം 3 ജന്മം 4 ജന്മമൊക്കെ വേണോ? വേണ്ട, ഒരു ജന്മം കൊണ്ടും പറ്റും. അതിനൊരു കഥ തൊട്ടടുത്ത് പറഞ്ഞു. അജാമിളൻ എന്ന് വെച്ചാൽ കന്യാകുബ്ജത്തിൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യനാണ്. കുട്ടിക്കാലത്ത് ഭഗവത് ചിന്തകളൊക്കെ ഉണ്ടായിരുന്നു, ശാസ്ത്രങ്ങളൊക്കെ പഠിച്ചു. പിന്നീട് വളർന്നപ്പോൾ തെറ്റായ വഴിയിൽ തെറ്റായ ശീലങ്ങളും തെറ്റായ വ്യക്തികളോട് സഹകരിച്ചു. അതിൻ്റെ ഫലമായി ജീവിതത്തിൽ വഴിതെറ്റിപ്പോയി. ഇവിടെ നമ്മൾ നാളെ കൃത്യമായി നമ്മുടെ കുട്ടികൾക്കൊരു പാഠം പഠിപ്പിക്കേണ്ടതുണ്ട്. നമ്മുടെ മക്കൾക്ക് വളരെ കൃത്യമായി പറയണം, നമ്മൾ സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് എത്ര ജീവിത മൂല്യങ്ങളുണ്ടെങ്കിലും ആ മൂല്യത്തെ നശിപ്പിക്കുന്നത് തരത്തിലുള്ള ദുർജനങ്ങൾ ഉണ്ട്. മനസ്സിലായില്ലേ? ആ മൂല്യങ്ങളെ നന്നാക്കി കൂടുതൽ ശോഭിപ്പിക്കാൻ പറ്റുന്ന സജ്ജനങ്ങളും ഉണ്ട്. നല്ല സുഹൃത്തുക്കളും ഉണ്ട്, മോശപ്പെട്ട സുഹൃത്തുക്കളുണ്ട്. അതിലെങ്ങനെയുള്ളവരായിരിക്കണം സുഹൃത്തുക്കൾ ജീവിതത്തിൽ? ഇപ്പം നമ്മുടെ കുട്ടികളോട് ചോദിക്കുക, എങ്ങനെയുള്ളവരാണ് നല്ല സുഹൃത്തുക്കളെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? കുട്ടികളോടല്ല, അപ്പം മുതിർന്നവരടുത്ത് തന്നെ ചോദിച്ചാൽ എങ്ങനെയുള്ളവരാണ്? നമുക്കൊക്കെ സുഹൃത്തുക്കളുണ്ടല്ലോ. എങ്ങനെയുള്ളവരാണ് നല്ല സുഹൃത്തുക്കൾ? എന്താ മറുപടി എന്ന് പറഞ്ഞ് എങ്ങനെയുള്ളവരാ? ഇപ്പോഴത്തെ ഭാഷയിൽ ചോദിച്ചാൽ ബെസ്റ്റ് ഫ്രണ്ട്. എങ്ങനെയുള്ളവരാ? എങ്ങനെയുള്ളവരാ? എങ്ങനെയുള്ളവരാ നമ്മളെ ബെസ്റ്റ് ഫ്രണ്ട്? നിങ്ങൾക്കാർക്ക് ഫ്രണ്ടൊന്നും ഇല്ലേ? ബെസ്റ്റ് ഫ്രണ്ട് എങ്ങനെയുള്ളവർ? നമ്മൾ പറഞ്ഞില്ലേ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് അവർ. ആരാ ബെസ്റ്റ് ഫ്രണ്ട്? എങ്ങനെയുള്ളവരായിരിക്കണം? നമ്മൾ മനസ്സിലാക്കണം. എങ്കിലല്ലേ നമ്മുടെ കുഞ്ഞുങ്ങളെ ഇത് പഠിപ്പിക്കാൻ സാധിക്കുമോ, പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. ഒരു ഉദാഹരണം പറയും. അടുത്ത കാലത്തുണ്ടായൊരു ഉദാഹരണം. ഒരു മുത്തശ്ശൻ ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ കൊച്ചുമകൻ വിദേശത്താണ്. അപ്പം മകളും ഒക്കെ വിദേശത്താണ്. ആ കൊച്ചുമകൻ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. 8ലോ 9ലാണെന്ന് തോന്നുന്നു. ആ കുട്ടിക്ക് ഭഗവത്ഗീതയെക്കുറിച്ചിട്ട് കുറച്ച് പറഞ്ഞു കൊടുത്താൽ കൊള്ളാം എന്നൊരാഗ്രഹമുണ്ട്. എവിടെയെങ്കിലും പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അങ്ങനെയുള്ള ചില സ്ഥലങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ആഴ്ചയിൽ ഒരിക്കലൊക്കെ ക്ലാസ്. ആകെ ഈ കുട്ടി വന്നത് ഈ വെക്കേഷൻ ടൈമിൽ വന്നത് 10 ദിവസത്തെ വെക്കേഷനിലാണ് വരുന്നത്. അതിലാകെയുള്ള കുറച്ച് ദിവസം കൊണ്ട്. അപ്പോൾ അങ്ങനെ ആ സമയത്ത് പഠിപ്പിക്കുന്ന സംവിധാനങ്ങളെങ്ങും നമുക്കറിയാമല്ലോ. നമ്മുടെ സിസ്റ്റം അനുസരിച്ച് ഈ ആഴ്ചയിൽ ഒരിക്കൽ നടക്കുന്ന ചില ആധ്യാത്മിക പഠന ക്ലാസ്സുകളൊക്കെ ഉള്ളതല്ലാതെ വേറൊന്നുമില്ല. അപ്പോൾ എന്നോട് ചോദിച്ചാൽ വൃശ്ചിക മാസം ആയതുകൊണ്ട് കൊല്ലം ടൗണിൽ ഈ എല്ലാ 41 ദിവസവും പ്രഭാഷണം നടക്കുന്ന വൈകുന്നേരങ്ങളിൽ നടക്കുന്ന 2 ക്ഷേത്രങ്ങളുണ്ട്, അറിയാവുന്ന 2 ക്ഷേത്രങ്ങൾ. അപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ 2 ക്ഷേത്രങ്ങളുണ്ട്, എവിടെയെങ്കിലും പോയിരുന്നു കഴിഞ്ഞാൽ വൈകിട്ട് കുട്ടിയും കൊണ്ട് പോയിരുന്നാലോ പ്രഭാഷണം. പറഞ്ഞു പ്രഭാഷണമൊക്കെ കേട്ട് മനസ്സിലാക്കാനുള്ള അത്രയും പ്രാപ്തിയൊന്നും ആയിട്ടുണ്ടാവും തോന്നുന്നില്ല, അല്ലാതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അത് അങ്ങനെയൊരു സംവിധാനം ഇല്ല സാറേ. കാര്യം അദ്ദേഹം ഒരു വളരെ ഉദ്യോഗസ്ഥ തലത്തിൽ ഒരു SP തലത്തിൽ റിട്ടയർഡ് ചെയ്തൊരു മനുഷ്യനാണ്, പോലീസ് ഉദ്യോഗസ്ഥനാണ്. അപ്പം അദ്ദേഹം പറഞ്ഞു അതല്ല അങ്ങനെയൊന്ന്. അവസാനം അദ്ദേഹം ഒരു റിക്വസ്റ്റ് പോലെ എന്നോട് ചോദിച്ചു, ഒന്ന് സമയം കിട്ടുമെങ്കിൽ എൻ്റെ വീട്ടിൽ ഒന്ന് എന്തെങ്കിലും പറ്റുന്നത്രയും എങ്കിലും ഗീതയെക്കുറിച്ചൊന്നും അവനോട്. ഞാൻ പറഞ്ഞു ഇതൊരു ഹോം ട്യൂഷനൊന്നുമല്ല, നമുക്ക് ഈ ഒറ്റയ്ക്ക് ഒരാളോട് അല്ലാതെ സംസാരിക്കുമെങ്കിൽ ഹോം ട്യൂഷൻ എടുത്തൊന്നും ഭഗവത്ഗീത പഠിപ്പിക്കുന്നത് ഇന്നുവരെ നമ്മൾ ചെയ്തിട്ടില്ല, ജീവിതത്തിൽ ചെയ്തിട്ടില്ല. അപ്പോൾ പറഞ്ഞു അങ്ങനെയല്ല എനിക്ക് വേണ്ടിയിട്ടൊന്ന് എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു ശരി. അവസാനം അദ്ദേഹത്തിൻ്റെ കാരണം ഒരു വീട്ടിലെ ഗൃഹനാഥൻ അല്ലെങ്കിൽ ആ ഒരു വീട്ടിലെ മുതിർന്ന ഒരാൾ സ്വന്തം കുഞ്ഞിത് പഠിക്കണമെന്ന് ചിന്തിക്കുന്നത് തന്നെ വലിയൊരു ഭാഗ്യം തന്നെ ഇപ്പം നമ്മളൊക്കെ ചിന്തിക്കുന്ന കാര്യം എന്താ പറയുക, പല രക്ഷകർത്താക്കൾക്കും ഇന്ന് ആ ബോധമില്ല. മനസ്സിലായില്ലേ? ഈ നേരായ വഴിയിൽ എൻ്റെ കുഞ്ഞ് പോകണം എന്നൊരു ബോധമുള്ള രക്ഷകർത്താക്കളെ കിട്ടുക എന്ന് പറഞ്ഞാൽ ആ കുഞ്ഞുങ്ങളുടെ ഭാഗ്യമാണ്. എൻ്റെ കുഞ്ഞുങ്ങൾ ഇതൊക്കെ പഠിച്ച് വളരണമെന്ന് ആഗ്രഹിക്കുന്ന രക്ഷകർത്താക്കൾ ഇല്ലാത്തതിൻ്റെ പേരിൽ ആ കുട്ടികൾ ഇന്നത് പഠിക്കാത്തത്. അല്ല കുട്ടികൾ സ്വയം തിരഞ്ഞെടുത്ത് പോകുന്ന പാതയല്ല. അങ്ങനെ ഒരു രക്ഷകർത്താവ് ഉള്ളത് കൊണ്ട് ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു ഞാൻ വരാം, കുഴപ്പമില്ല. അങ്ങനെ എനിക്ക് പറ്റുന്ന സമയം അനുസരിച്ച് യജ്ഞത്തിനും മറ്റുള്ള ചില കാര്യത്തിൻ്റെയും ഗ്യാപ്പിനനുസരിച്ചിട്ടൊരു 4 ദിവസം ഞാൻ ആ വീട്ടിൽ പോയി. അപ്പോൾ അദ്ദേഹം ആകെ പറഞ്ഞത് ഇവൻ വളർന്നു വരുമ്പോൾ കുറച്ച് കൂട്ടുകാരൊക്കെ ഉണ്ട്, വലിയ കുഴപ്പമുള്ളവരൊന്നുമല്ല, എങ്കിലും നല്ല കൂട്ടുകെട്ട് എങ്ങനെ ആയിരിക്കണം, നല്ല ഇതൊക്കെ ആയിരിക്കണം ഗീതയിലൂടെ ഒന്ന് സൂചിപ്പിക്കണമെന്ന് രഹസ്യമായിട്ട് എന്നോട് പറഞ്ഞു. ഇവൻ കേൾക്കാൻ പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഈ കുട്ടി പഠിക്കാനിരിക്കും. ഈ കുട്ടിയുടെ ഈ മുത്തശ്ശനും അമ്മ ഒരു കോളേജിലെ പ്രിൻസിപ്പാളായിട്ട് റിട്ടയർഡ് ചെയ്തതാണ് അമ്മുമ്മ. ആ അമ്മുമ്മ ഇരിക്കും. ഇവരൊക്കെ ഇങ്ങനെ ബാക്കിയുള്ളവരൊക്കെ ഇരിക്കും. അങ്ങനെ കുറച്ച് പേരുണ്ട്.
ഇവരൊക്കെ ക്ലാസ്സിൽ കൃത്യമായിട്ട് ബാക്കി തിരക്കുകളൊക്കെ മാറ്റി വെച്ച് ഇങ്ങനെ ഇരിക്കും. ക്ലാസ്സല്ല, വീട്ടിലിരുന്നിട്ടാണ്. അപ്പോൾ ഈ കുട്ടിയോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ, ഈ സുഹൃത്തുക്കളെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവിടെ കൃഷ്ണനെയും അർജുനനെയും സുഹൃത്തുക്കൾ എന്നുള്ള നിലയിൽ അവതരിപ്പിച്ചുകൊണ്ട് ഞാൻ ഇതേ ചോദ്യം ചോദിച്ചു, ദ ബെസ്റ്റ് ഫ്രണ്ട് ആരാണ്? അപ്പോൾ അതൊരു ഹോംവർക്ക് പോലൊരു വീട്ടിൽ നടന്ന് ചർച്ച ചെയ്തുകൊണ്ട് ഒരു പേപ്പർ എടുത്തിട്ട് ഞാൻ പറഞ്ഞു, ഒരു ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടായിട്ടുള്ള 10 പേരുടെ പേരെഴുതാൻ പറഞ്ഞു. അപ്പോൾ ഈ കുട്ടി പേപ്പർ എടുത്ത് വെച്ചു, 10 പേരുടെ പേരെഴുതി. ഈ പേരെഴുതി കഴിഞ്ഞിട്ട് എന്നെ കാണിച്ചു. ഞാൻ നോക്കിയിട്ട് ഞാൻ ചോദിച്ചു, ഇതിൽ ഓരോ ഫ്രണ്ടിനെയും ബെസ്റ്റ് ഫ്രണ്ടെന്ന് 1, 2 എന്ന് ക്രമം കൊടുത്ത് ആദ്യമേ ഏറ്റവും പ്രധാനപ്പെട്ട ഫ്രണ്ടിനെ എഴുതണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഇങ്ങനെയാണ്, മുൻഗണന അനുസരിച്ചിട്ടാണ്, ഏത് യോഗ്യതയ്ക്കനുസരിച്ചിട്ടാണ് ബെസ്റ്റ് ഫ്രണ്ടിനെ സെലക്ട് ചെയ്തത്. ഏറ്റവും മുന്നിൽ വന്ന പേര് എന്തടിസ്ഥാനത്തിലാണ് അയാൾക്ക് ബെസ്റ്റ് ഫ്രണ്ട്, ഈ ഉള്ള പേരിൽ ഏറ്റവും കൂടുതൽ സ്ഥാനം, കൂടെ പഠിക്കുന്ന 10 100 കുട്ടികളിടയിൽ നിന്ന് ഈ 10 പേരെ സെലക്ട് ചെയ്തത് എന്ത് കാഴ്ചപ്പാടിലാണെന്ന് ചോദിച്ചു. അപ്പോൾ ഇവൻ ആദ്യത്തെ കുട്ടിയെക്കുറിച്ച് പറഞ്ഞത്, എൻ്റെ എല്ലാ കാര്യത്തിലും എൻ്റെ കൂടെ നിൽക്കുന്നവനാണ്. മനസ്സിലായില്ലേ? എല്ലാ കാര്യത്തിലും എനിക്ക് സപ്പോർട്ടാണ്. ഞാൻ എന്ത് പറഞ്ഞാലും എൻ്റെ കൂടെ തന്നെ മരിച്ച് നിൽക്കുന്നവനാണ് ഒന്നാമത്തെ ആളെന്ന് പറഞ്ഞു. ഇങ്ങനെ ഓരോരുത്തരെക്കുറിച്ചും ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ നിഗമനം അങ്ങോട്ട് വെച്ചു. ഞാൻ പറഞ്ഞു, ശ്രീകൃഷ്ണനെയും അർജുനനെയും വെച്ച് നമ്മൾ നോക്കുമ്പോൾ ഭഗവാനും അർജുനനും തമ്മിൽ നല്ല ഫ്രണ്ടാണ്. പക്ഷേ ഭഗവാൻ എങ്ങനെയാണ് ഫ്രണ്ടായിട്ട് നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ, അർജുനൻ തെറ്റായ പാതയാണ് സ്വീകരിക്കുന്നതെങ്കിൽ അതിനെ ആര് കൂട്ടി നിന്നിട്ടില്ല? ഭഗവാൻ കൂട്ടുന്നില്ല. ഭഗവാൻ അവിടെ തിരുത്തുക ചെയ്യുന്നത്, അല്ലേ? അർജുനൻ കുരുക്ഷേത്ര യുദ്ധക്കളത്തിൽ പറഞ്ഞു, എനിക്ക് യുദ്ധം ചെയ്യാൻ വയ്യ, ഞാൻ സന്യാസിയാവാം, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് വാദിച്ചു. ഭഗവാൻ അതൊക്കെ കേട്ടിട്ട്, അർജുന കൊള്ളാടാ, നീ മിടുക്കനാന്ന് പറഞ്ഞാണോ? അർജുനനെ അവിടെ ശകാരിക്കുക ചെയ്യുന്നത്. അർജുനനോട് പറയുന്നത്, നീ ആണും പെണ്ണും കെട്ടവനാണ്, കുതസ്വാ കശ്മലവിധം വിഷയ സമവസ്ഥിതം അനാര്യജുഷ്ടം അസർഗ്യം അകീർത്തികരം അർജുന, കീർത്തികരമല്ലാത്തത്, ക്ലൈബ്യം മാസ്മ ഗമപ്രാർത്ഥ നൊയ്തത്തൊയ്യുപതിതേ ക്ഷുദ്രം ഹൃദയ ദൗർബല്യമായ അകീർത്തികരമായ ആ ദുർബലമായ ആണും പെണ്ണും കെട്ട ഈ അവസ്ഥ നിനക്ക് എവിടെ നിന്ന് വന്നോ? പറയാവുന്ന അസഭ്യം മുഴുവൻ പറഞ്ഞു. മനസ്സിലായില്ലേ? വഴക്ക് മുഴുവൻ പറഞ്ഞു. യഥാർത്ഥത്തിൽ നമ്മൾ സ്വീകരിക്കുന്ന എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് ബെസ്റ്റ് ഫ്രണ്ടെങ്കിൽ ഭഗവാൻ അത് പറയേണ്ട ആവശ്യമുണ്ടോ? ഒരിക്കലുമില്ല. അപ്പോൾ ചെയ്യുന്ന നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്വീകരിക്കുന്ന പാതയും നമ്മുടെ തീരുമാനങ്ങളും നമ്മുടെ ചിന്തകളും തെറ്റാണെങ്കിൽ അത് തെറ്റാണ് എന്ന് പറഞ്ഞ് തിരുത്താൻ കഴിവുള്ള ആളായിരിക്കണം ആര് ബെസ്റ്റ് ഫ്രണ്ടായിട്ട് വരേണ്ടത്, അല്ലേ? ഇങ്ങനെ ഒരു കാഴ്ചപ്പാട് നമ്മളെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ഇവിടെയാണ് നമ്മൾ ഭാഗവതവും ഭഗവത്ഗീതയൊക്കെ ജീവിതത്തിൽ വേണമെന്ന് പറയുന്നതിൻ്റെ ആവശ്യം. മനസ്സിലായില്ലേ? അല്ലാതെ മോക്ഷം കിട്ടാനും ഈശ്വരനെ തേടിപ്പോകാനും സന്യാസിയാവാനൊന്നും അല്ല ഇത് പഠിക്കേണ്ടത്. ജീവിതത്തിൽ പഠിക്കേണ്ട ഇതാ ലൈഫ് വാല്യൂസ് ആൻഡ് ലൈഫ് സ്റ്റൈൽ. ശരിയായ ജീവിതത്തിൻ്റെ വാല്യൂസിനെ പഠിക്കാൻ ഈ ശാസ്ത്രങ്ങൾ വളരെ ശ്രേഷ്ഠമാണ്. ഇതൊക്കെ പഠിച്ച് നമ്മളെ കുട്ടികൾ കുറേ കൂടി സ്റ്റാൻഡേർഡായാൽ അവരെ നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ അവരെ മുതലെടുക്കാനോ പറ്റാത്തത് കൊണ്ടാണ് പലരും ഇതൊക്കെ പഠിക്കരുതെന്ന് പറഞ്ഞ് വഴിതെറ്റിക്കുന്നത്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി ചിലർ പറയും, ഇതൊക്കെ പഠിച്ചാൽ കുട്ടികൾക്ക് പഠിക്കാനുള്ള സമയം കുറവും, ആ പഠിക്കാനുള്ള ശ്രദ്ധയില്ല, പഠിക്കത്തില്ല എന്ന് പറയും. പക്ഷേ നിങ്ങൾ തിരിച്ചാണ് ചിന്തിക്കേണ്ടത്. ഇതൊക്കെ പഠിക്കുന്നവൻ്റെ ജീവിതത്തിൽ അച്ചടക്കമുണ്ടാവും, അവന് കൃത്യമായ ലക്ഷ്യബോധം ഉണ്ടാവും, അവന് വളരെ കൃത്യമായ താല്പര്യം ഉണ്ടാവും. അങ്ങനെയുള്ള കുട്ടികൾ 100% പഠിത്തത്തിൽ നിങ്ങൾ ഇന്ന് നിർബന്ധിച്ച് പഠിക്കുന്നതിനേക്കാൾ ഗംഭീരമായി പഠിച്ച് മിടുക്കരായി മാറുന്ന കുട്ടികളായിരിക്കും. ഒരു സംശയം വേണ്ട. കൃത്യമായി നിങ്ങൾ ഭഗവത്ഗീതയുടെ ഒരു 10 25 ശ്ലോകം നിത്യേന നിങ്ങളെ കുഞ്ഞുങ്ങളെ ചെല്ലാൻ പഠിപ്പിച്ച് നോക്കേ. അത് സ്ഥിരമായി ചെല്ലുന്ന കുട്ടികളുടെ ബ്രെയിൻ വളരെ സൂപ്പർ പവറായിരിക്കും. സംസ്കൃതത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന ആ ഭഗവത്ഗീത ചെല്ലുന്ന സമയത്ത് പ്രാണൻ്റെ സഞ്ചാരഗതി കൊണ്ട് അവരുടെ ബ്രെയിൻ ശുദ്ധീകരിക്കപ്പെടും, പോസിറ്റീവായ എനർജി ഉണ്ടാവും, ആലസ്യവും മടിയും സർവ്വതും വിട്ടുമാറും. നിങ്ങൾ ചെയ്തു നോക്കിയാൽ മതി. അവർക്ക് നിങ്ങൾ ഒരു തരത്തിലുള്ള ബ്രഹ്മീലേഹ്യവും ഒരു നെല്ലിക്ക രസായനവും പിന്നെ വേറെ ഏതെങ്കിലും ഒന്നും മരുന്ന് മേടിച്ച് അവരെ ബ്രെയിനെ വളർത്തേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല ഓർമ്മശക്തി ഉണ്ടാവും. ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ അറിയപ്പെട്ട് ആ മേഖലയിൽ ഇരുന്നിട്ടുള്ളൊരു ആധ്യാത്മിക പ്രഭാഷകനുണ്ട്. അദ്ദേഹം ഒരു ക്രൈസ്തവ സമുദായത്തിൽ ജനിച്ച ആളാണ്. പക്ഷേ ഹൈന്ദവ ക്ഷേത്രങ്ങളുടെ ആരാധനകളെയും പരമശ്രേഷ്ഠമായി കൈകൂപ്പി നമസ്കരിച്ചുകൊണ്ട് ആ സംസ്കാരത്തിനെക്കുറിച്ച് അഭിമാനത്തോടുകൂടി ആ സംസ്കാരത്തെ പ്രചരിപ്പിക്കുന്ന വിദ്യാഭ്യാസം ഇല്ലാത്ത ആളല്ല. നിരവധി ഡോക്ടറേറ്റ് എടുത്തിട്ടുള്ള ആളാണ്. പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും, അതുകൊണ്ട് ആ പേര് ആദ്യമേ പറയാത്തത്. ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ്. IPS ഉദ്യോഗസ്ഥനാണ്. ഒരു വിദ്യാഭ്യാസവും ഇല്ലാതെ
ഒരു ഏതെങ്കിലും മതവിഭാഗത്തിനെ പ്രചരിപ്പിക്കാൻ വേണ്ടി മറ്റു മതവിഭാഗങ്ങളെ തെറ്റാണെന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് ഇറങ്ങിത്തിരിച്ചിട്ടുള്ള കേവലം വികലമായ കാഴ്ചപ്പാടുള്ള വിഡ്ഢിയുടെ ലോകത്ത് ജീവിച്ച ആളല്ല. വളരെ കൃത്യമായിട്ട് ബൈബിളും ഖുറാനും എല്ലാം പഠിച്ചിട്ട്, ഭഗവത്ഗീതയും രാമായണവും ഭാഗവതവും പഠിച്ചിട്ട്, മനസ്സിലായില്ലേ, ശരിയായ നിലയിൽ അദ്ദേഹം പ്രചരിപ്പിക്കാൻ പോകുമ്പോൾ അദ്ദേഹം പല പ്രഭാഷണ വേദികളും പറയുന്നത് കേട്ടിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് കുട്ടിക്കാലത്ത് ഓർമ്മക്കുറവ്, പഠിക്കുന്ന കാര്യത്തിൽ പോലും കുറവ് വന്നപ്പോൾ അധ്യാപകനോട് ചോദിച്ച് ഈ ഓർമ്മ വർദ്ധിപ്പിക്കാൻ എന്താ? അധ്യാപകൻ ഒരു പുസ്തകം കൊടുത്തിട്ട് പറഞ്ഞ് ചൊല്ലിപ്പഠിച്ചോളാൻ പറഞ്ഞു. എല്ലാ ദിവസവും മുടങ്ങല്ലേ. അത് ലളിത സഹസ്രനാമമായിരുന്നു. 1000 നാമങ്ങൾ നിത്യേന ചെല്ലുന്നതിലൂടെ തൻ്റെ ഓർമ്മശക്തിയെ വീണ്ടെടുക്കാൻ സാധിച്ചു എന്ന്. അതൊരു മഹാ അത്ഭുതമാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ അത് പഠിപ്പിക്കണമെന്ന് ഓരോ ഹിന്ദു ക്ഷേത്രത്തിലും വന്നിരുന്ന് സംസാരിക്കുന്നത് അത്രയും വിദ്യാഭ്യാസമുള്ള, മനസ്സിലായില്ലേ. ഇപ്പോൾ ഹിന്ദുവായി ജനിച്ച ഒരാളാണെങ്കിൽ നമുക്ക് പറയാം അത് സ്വന്തം മതത്തെക്കുറിച്ചും. അതല്ല, വളരെ ഇതായിട്ട് ക്രിസ്തീയ മതത്തിൽ ജനിച്ച് എല്ലാത്തിനെക്കുറിച്ചും ശാസ്ത്രത്തെക്കുറിച്ചും എല്ലാത്തിനെക്കുറിച്ചും അറിവുള്ള ഒരു IPS ഉദ്യോഗസ്ഥനാണ് പറയുന്നത്. ആ സഹസ്രനാമം അത്ഭുതകരമായ പരിവർത്തനം ഒരു കുട്ടിയുടെ ചിന്താശേഷിയിലുണ്ടാക്കും, അവൻ്റെ പഠന മികവിലുണ്ടാക്കും, അവൻ്റെ ഓർമ്മശക്തിയിലുണ്ടാവും, അവൻ്റെ ദീക്ഷണാശൈലിയിലുണ്ടാവും. ഇതൊക്കെ പറഞ്ഞു കേട്ടിട്ട് നമ്മൾ പഠിപ്പിക്കുമോ? ഇവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ക്ഷേത്രാരാധനയുടെ ഒരു ഭാഗമായി മാറണം ധാർമ്മിക വിദ്യാഭ്യാസം, പഠനങ്ങൾ. ശാസ്ത്രബോധമില്ലാത്ത ആചാരങ്ങളൊക്കെ തന്നെ നമ്മളെ വഴിതെറ്റിച്ചുകൊണ്ടിരിക്കും. ആചാരങ്ങളെ അർത്ഥമറിഞ്ഞില്ലെങ്കിലും അതിന് ശാസ്ത്രബോധം ഇല്ലെന്നാണ്. അർത്ഥമുണ്ടാവും, പക്ഷെ നമ്മൾ അറിയാതെ പോയാൽ, മനസ്സിലായില്ലേ, വെറുതെ കണ്ട് അനുകരിക്കുന്നവരായി പോവും. മുമ്പിൽ പോകുന്നവർ കയ്യിരിക്കുന്ന പൂ എവിടെങ്കിലും ഇട്ട് കണ്ടാൽ പുറകിൽ പോകുന്നവരെല്ലാം അവിടെ ഇടും. എന്തിനാടാ പൂ ഇട്ടത്? അത് മുമ്പിൽ പോകാനിട്ട്, മുമ്പിൽ പോയതിനെ വിളിച്ചിട്ട് നീ എന്തിനാണ് അവിടെ പൂ ഇട്ടത്? എനിക്ക് സൗകര്യം ഉണ്ടായിട്ട് ഇട്ടത്. ഇയാളാരാ? പുറകെ വന്നവർ മുഴുവൻ ചെയ്തു. ഇതുപോലെയാണ് ചില ആചാരങ്ങൾ. കാലഘട്ടം കൊണ്ടേ ഇങ്ങനെയുള്ള ആചാരങ്ങളും ഉണ്ട്. തെറ്റ് ശരിയുണ്ട്, ഇല്ലെന്നൊന്നുമല്ല. ആചാരങ്ങളെ നമ്മൾ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി പിന്തുടരേണ്ടതാണെങ്കിൽ പിന്തുടരുകയും വേണ്ടാത്തതാണെങ്കിൽ മാറ്റിവെക്കുകയും ചെയ്ത് പുതിയനെ സ്വീകരിക്കണം. അതിനെയും ഭാഗവതം ന്യായീകരിക്കുന്നുണ്ട്. ഗോവർദ്ധന അഭിഷേകത്തിൽ പറയും, ഇന്ദ്രന് ചെയ്തുകൊണ്ടിരുന്ന പൂജ മാറ്റിയിട്ട് ഗോവർദ്ധനത്തെ പൂജിക്കാൻ ഭഗവാൻ പറഞ്ഞില്ലേ? മനസ്സിലായില്ലേ? അതുകൊണ്ട് പാരമ്പര്യമായി പണ്ട് തൊട്ടേ ഞങ്ങളിതാ ചെയ്യുന്നത്, അതുകൊണ്ട് ഇന്ദ്രനെ പൂജിക്കുള്ളൂ എന്ന് വാശി പിടിച്ചോ ഭഗവാന്റെ മാതാപിതാക്കൾ? വാശി പിടിച്ചോ? ഇല്ല. പറഞ്ഞത് ശരിയാണെന്ന് തോന്നിയപ്പോൾ അതുവരെ ഉണ്ടായിരുന്നതിനെ മാറ്റി. അപ്പം ശരിയെ ഉൾക്കൊണ്ടുകൊണ്ട് പരിവർത്തനം വരുത്തുകയും വേണം. അപ്പം നമ്മുടെ ഹൈന്ദവ ക്ഷേത്രത്തിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് അറിവിനെ പകർന്നു കൊടുക്കുന്ന കേന്ദ്രങ്ങളിലായി മാറണം. വേറെ വലിയ അറിവുകളൊന്നുമല്ല. മഹാഭാരതം മുഴുവൻ കാണാൻ പഠിപ്പിക്കുക, ഭഗവത്ഗീത മുഴുവൻ പഠിപ്പിക്കുക, ഒന്നും വേണ്ട. ജീവിക്കുവാൻ വേണ്ടി ഒരു ജീവിതത്തിൽ സ്വീകരിക്കേണ്ട നല്ല നല്ല ജീവിത മൂല്യങ്ങളെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഇരുന്ന് പകർന്നു കൊടുക്കാനുള്ള സംവിധാനങ്ങളുണ്ടാവണം. അത് നമ്മൾ ഏറ്റെടുക്കണം. അഭിമാനത്തോടുകൂടി ഓരോ മാതാപിതാക്കളും തിരിച്ചറിയേണ്ടത് എൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ടാണ്, എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ടാണെന്ന ബോധ്യത്തോടു കൂടി നമ്മളെ കുട്ടികളെ അതിലേക്ക് അയക്കാൻ തയ്യാറാവണം. എങ്കിൽ മാത്രമേ നമ്മളെ ഇന്നത്തെ ഈ കാട് കയറിയുള്ള പോക്ക് വഴിമാറി നേരെയാക്കാൻ പറ്റത്തുള്ളൂ. ഇന്ന് പോകുന്നത് കാട് കയറിയാണ്. എന്തൊക്കെ തരത്തിലാണ് പോകുന്നതെന്ന് നമുക്കറിയില്ല. ഇവിടെ അജാമളന് സംഭവിച്ചതാണ്. ദുഷിച്ച കൂട്ടുകെട്ടിലേക്ക് പോയപ്പോൾ എല്ലാം നശിച്ചു. മനസ്സിലായില്ലേ? അപ്പം സ്വീകരിക്കപ്പെടുന്ന സ്നേഹിതരായാലും സുഹൃത്തുക്കളാണെങ്കിലും ബന്ധമാണെങ്കിലും നല്ല സ്വഭാവമുള്ളവരായിരിക്കണം. അതാണ് പറഞ്ഞത്, ദ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് ടീച്ചറായിരിക്കണം. മനസ്സിലായില്ലേ? നല്ല ഒരു ടീച്ചറുടെ ഗുണമാണ്. ടീച്ചറുടെ ഗുണം അധ്യാപകൻ എന്താ തെറ്റിന് കൂട്ടിയിരിക്കുമോ? കൂട്ടി നിൽക്കില്ല. അപ്പം തെറ്റുകളെ തിരുത്തി നയിക്കുന്ന സുഹൃത്താണ് നല്ല സുഹൃത്ത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ആ നിലയിലുള്ള പരിവർത്തനത്തെ ഉൾക്കൊണ്ടുകൊണ്ടാണ് പോകേണ്ടത്. അപ്പോൾ ഇവിടെയും അജാമളൻ ഇത്തരം തെറ്റായ ജീവിതത്തിലൂടെ പോയി ആ ജീവിതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോയി ദുഷിച്ച പ്രവർത്തികളിൽ ഏർപ്പെട്ടു. ഒരു ഭാര്യയെ സ്വീകരിച്ചു, മക്കളൊക്കെ കുറേയായി. 10ാമത്തെ മകൻ അവിചാരിത ഒരു മഹാത്മാവ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വന്ന സമയത്ത് നാരായണൻ എന്നൊരു പേരിട്ടു. ബാക്കിയുള്ളതൊക്കെ പല പേരുകളാണ്. പേരുകളിൽ ശ്രേഷ്ഠമായതാണ് നാരായണൻ എന്നൊരു പേരിട്ടു. ഏറ്റവും ഇളയ മകനായതുകൊണ്ട് നാരായണനോട് സ്നേഹം കൂടുതലുണ്ട്. അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് പോകുമ്പോഴും എപ്പോഴും ആരെ വിളിക്കും? നാരായണ എന്ന് വിളിക്കും. മനസ്സിലായില്ലേ? വെള്ളം എടുക്കണമെങ്കിൽ നാരായണനെ വിളിക്കും. എന്തെങ്കിലും ആഹാരം പുറത്തുനിന്ന് മേടിച്ചുകൊണ്ടെങ്കിൽ ആദ്യം നാരായണനെ വിളിക്കും. എല്ലാ കാര്യത്തിലും സ്നേഹം കൊണ്ട് ഇളയ പുത്രനായതുകൊണ്ട് നാരായണ 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 എന്ന് എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള വീടുകളിലൊക്കെ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കുഞ്ഞുങ്ങൾക്ക് പോലും പേരിടുന്നതിൽ പോലും ഈശ്വരൻ്റെ പേരിടുന്ന ഒരു രീതി പണ്ടുണ്ടായിരുന്നു. നാമമഹത്വത്തെക്കുറിച്ച് കൂടെ അവിടെ പഠിപ്പിക്കുന്നത്. അപ്പോൾ പണ്ട് കുഞ്ഞുങ്ങൾക്കൊക്കെ പേരിടുന്ന സമയത്ത് ഈശ്വരൻ്റെ പേരിടും. എന്തുകൊണ്ടാണ്? ഭഗവാന്റെ പര്യായം ഇടും. വിശാലാക്ഷി, പങ്കജാക്ഷി, ഭാർഗവി, ഇല്ലേ? ഇതെല്ലാം ഭഗവാന്റെ പര്യായമാണ്. ഗോപാലകൃഷ്ണൻ, ഗോവിന്ദൻ, ഭാർഗവൻ,
രാമൻ, ലക്ഷ്മണൻ, ഇതൊക്കെ പേര് ഭഗവാന്റേതാണ്. കാര്യം എന്താ, ഈ പേര് മക്കളെ വിളിക്കുന്ന കൂട്ടത്തിൽ തന്നെ അതെന്തായി മാറും? ഭഗവാന്റെ നാമം കൊണ്ട് ആ വീട് ഇങ്ങനെ നിറയും. ഇന്നോ കൊച്ചുകൾക്ക് പേര് എന്താ? ട്രിൻറ്റു, പ്രിൻറ്റു, ക്രിൻറ്റു. ഒരർത്ഥവും ഇല്ല. എവിടെങ്കിലുമൊക്കെ കീറുന്ന ശബ്ദം. പണ്ടൊക്കെ ഈ തുരുമ്പെടുത്ത കട്ടള തുറക്കുന്ന ശബ്ദം ഇപ്പോൾ കൊച്ചുങ്ങളെ പേര്. പണ്ടൊക്കെ ഈ തുരുമ്പെടുത്ത പഴയ വീടിൻ്റെ കട്ടളയൊക്കെ ഇങ്ങനെ വാതിൽ തുറക്കുമ്പോഴേ കിർഗോ എന്ന് കേട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ കൊച്ചിൻ്റെ പേരെന്തോ കിർഗോ. മനസ്സിലായില്ലേ? എന്തോ ഒരർത്ഥവും ഇല്ല. ഒരർത്ഥവും ഇല്ലാത്ത എന്തെങ്കിലും ഒരു അപശബ്ദമാണ് ഇപ്പോൾ കുട്ടികളെ പേര്. പിന്നെ ചിലരുണ്ട് അച്ഛൻ്റെ അമ്മയുടെ പേരിൻ്റെ ആദ്യത്തെ 2 അക്ഷരം കട്ട് ചെയ്ത് ഒട്ടിച്ചു വെക്കൽ. അച്ഛൻ കൃഷ്ണൻകുട്ടി, അമ്മ മീനയാണെങ്കിൽ കൊച്ചു കൃമി എന്നറിയപ്പെടും. എന്ത് വിശാലമായ ഭാവമാണ്. ഒരു തലവും ഇല്ലാതാണ്. അങ്ങനെയല്ല, അർത്ഥസമ്പുഷ്ടമാവണം പേരുകൾ. അവിടെ ഈശ്വരനാമങ്ങളിലൂടെ മഹത്വമായിട്ട് ആ കുഞ്ഞിന് തന്നെ പേര് കേൾക്കുമ്പോൾ ഒരു അഭിമാനം വരണം. മനസ്സിലായില്ലേ? ആ വിളിക്കുന്ന പേരിലൂടെ മാതാപിതാക്കൾക്ക് ഇവിടെ അജാമളൻ ആ കുട്ടിക്ക് എന്തോ ഭാഗ്യം കൊണ്ട് നാരായണൻ എന്ന് പേര് കിട്ടി. അവസാനം മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ കാലപാശം കൊണ്ട് കഴുത്തിൽ കാലൻ്റെ യമദൂതന്മാർ മുറുക്കുന്ന സമയത്ത് മകനെ ഓർത്തുകൊണ്ടാണ് വിളിച്ചത്. മകനെ ഒന്ന് കാണാൻ, ഏറ്റവും സ്നേഹമുള്ള മകനെ ഒന്ന് കാണാൻ വേണ്ടി ഓർത്തുകൊണ്ട് വിളിച്ചതാണ്. പക്ഷേ ഈ മുറുക്ക് വന്നപ്പോഴത്തേക്ക് മരണവിപ്രാളത്തിൽ വന്നപ്പോൾ വിളിച്ചത് മകനെയാണെങ്കിലും മനസ്സിലെ ഓർമ്മ ആരായി? യഥാർത്ഥ നാരായണനെക്കുറിച്ച് ബാല്യകാലത്ത് കേട്ട ആ സ്മൃതി ഓർമ്മ വന്നു. യഥാർത്ഥ നാരായണൻ്റെ രൂപം മനസ്സിൽ തെളിഞ്ഞു. ആ തെളിഞ്ഞതോടുകൂടി ഈ മകനെ വിളിച്ച വിളി ഈശ്വരനെ വിളിച്ചതിന് തുല്യമായി മാറി. വിഷ്ണു പാർഷദന്മാർ വന്ന് യമഭടന്മാരെ ദൂരേക്ക് അകറ്റി. കാരണം എന്താ? ഭഗവാന്റെ നാമവും ഭഗവാന്റെ സ്മരണയും വന്നാൽ അവിടെ യമദൂതന്മാർക്ക് പോലും പ്രവേശനമില്ല. അകന്ന് നിൽക്കാൻ പറഞ്ഞു, തിരിച്ചയച്ചു. അവർ പോയി യമദേവനോട് പരാതി പറഞ്ഞു. യമദേവൻ പറഞ്ഞു, ഭഗവാന്റെ നാമവും ഭഗവാന്റെ സ്മരണയുള്ളിടത്ത് നിങ്ങൾക്കും പ്രവേശനമില്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക, കാരണം അത്ര ശ്രേഷ്ഠമാണ് എന്ന് പറഞ്ഞ് അജാമളന് സദ്ഗതി ലഭിച്ചു. മനസ്സിലായില്ലേ? പിന്നീടുള്ള കാലം മുഴുവൻ അജാമളൻ ഭഗവാന്റെ നാമം ജപിച്ച് സ്മരിച്ച് എല്ലാ തെറ്റുകൾക്കും പ്രായശ്ചിത്തമായി ജീവിച്ചൊടുവിൽ വിഷ്ണു സായൂജ്യം നേടി, മോക്ഷം നേടി. ഇവിടെ സാധകവാസന എന്ന് പറയും. ഒരു ജന്മം കൊണ്ട് തന്നെ ഭഗവാന്റെ വാസന വന്നത്. എന്താ? അന്ത്യകാലത്തിൽ നാരായണനെ സ്മരിച്ചതുകൊണ്ട്. അപ്പോൾ വാതകവാസന അനവധി ജന്മങ്ങളിലൂടെ, സാധകവാസന ഒരൊറ്റ ജന്മത്തിലൂടെ. അപ്പോൾ ഈ 2 വഴികളിൽ ഏതെങ്കിലും ഒരു വഴി ആര് തിരഞ്ഞെടുക്കണം? ആര് തിരഞ്ഞെടുക്കണം? അജാമളനും ഭരതനുമോ അതോ നമ്മളോ? നമ്മൾ തിരഞ്ഞെടുക്കണം. മനസ്സിലായില്ലേ? അപ്പോൾ ഈ 2ൽ ഏതെങ്കിലും ഒരു പാത പറ്റുമെങ്കിൽ സാധകവാസന കിട്ടാൻ ശ്രമിക്കുക. അത് കിട്ടിയില്ലെങ്കിൽ അടുത്ത അല്ലേ, ഫസ്റ്റിലേ ചെന്നപ്പോൾ രജിസ്ട്രേഷൻ ചെയ്യുന്നപ്പോൾ അന്നേരം തന്നെ ട്രെയിൻ കിട്ടിയാൽ രക്ഷപ്പെട്ടു. നിന്ന് മെനക്കെടാതെ നമുക്ക് എത്തേണ്ടടുത്ത് എത്താം. ഇനി അതല്ലെങ്കിലോ തൊട്ടു പുറകിൽ വരുന്ന ഏതെങ്കിലും ഒരു ട്രെയിനിൽ സീറ്റ് ഉറപ്പാക്കുക. മനസ്സിലായോ? തിരിച്ചു പോരുത്, ഉറപ്പാക്കിയിട്ട് എത്തേണ്ടടുത്ത് എത്തുക. കാരണം ഈ ജന്മത്തിൽ നിന്ന് മുക്തിദായകമായ ജന്മത്തിലേക്ക് എത്തിച്ചേരുക.